ഞാനും നിങ്ങളും ഏത് പ്രാർത്ഥനാ കൂട്ടത്തിലേക്കോ ഏത് ദേവാലയത്തിലേക്കോ ഏത് കൺവെൻഷനോ കടന്നു എന്നാൽ നമ്മളോട് വേദോസ്തവം വായിക്കാൻ പറഞ്ഞാൽ മറ്റൊരാൾ വായിക്കുന്നതിന് മുമ്പേ നമ്മൾ വായിക്കും. ഇതാണ് നമ്മുടെ സ്വഭാവം. ഇനി നമ്മളൊരു പ്രാർത്ഥനാ കൂട്ടത്തിലേക്ക് കടന്നു എന്നാൽ ഒരാൾ വായിച്ചു അതിന്റെ ഒരു സെന്റൻസ് ഒരു വാക്യം തീരുന്നതിന് മുമ്പ് നമ്മൾ ഇടയ്ക്ക് കയറി വായിക്കും. ഇതിനൊക്കെ ഞാനും നിങ്ങളും വളരെ മിടുക്കരെ കാര്യത്തിൽ. പെട്ടെന്ന് വാക്യം എടുക്കാൻ പറഞ്ഞാൽ നമ്മൾ എടുക്കും. പക്ഷെ നമ്മൾ വായിച്ചതെന്തുവാന്നോ, നമ്മൾ കേട്ടതെന്തുവാന്നോ, നമ്മളാണോ ഇത് വായിച്ചതെന്ന് കുറച്ചു കഴിഞ്ഞ് ആരെങ്കിലും നമ്മളോട് ചോദിച്ചാൽ നമ്മൾക്കറിയത്തില്ല. അതിനൊരു മാറ്റം പ്രിയപ്പെട്ട ഏവരുമേ, നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അവസരം, എനിക്കും നിങ്ങൾക്കും കിട്ടിയ ഏറ്റവും അവസരമാണ് ഈ വേദപുസ്തകം പഠിക്കാൻ കിട്ടിയ അവസരം. ഇത് വായിക്കാൻ കിട്ടിയ അവസരമാണെന്ന് വിചാരിക്കരുത്. ഞാനും ഇവിടെ ഇരിക്കുന്ന പലരും ഇത് അനേക പ്രാവശ്യം ഈ വേദപുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും. വേദപുസ്തകം വായിക്കേണ്ട, വേദപുസ്തകം പഠിക്കണം. ഉൽപ്പത്തി മുതൽ തുടങ്ങിയ യാത്ര ഇപ്പോൾ 1 ദിനവൃത്താന്തത്തിൽ എത്തിച്ചേർന്നു. എന്നാൽ നിങ്ങളുടെ ദേവാലയത്തിലേക്ക് കടന്നു വരേണ്ടതായ ഈ സാഹചര്യം, ഈ നിർബന്ധം എന്റെ മേൽ കിടന്നതുകൊണ്ട് ദിനവൃത്താന്ത പുസ്തകം ഞാൻ പഠിച്ചതേ ഉള്ളൂ. ഇതുവരെയുള്ള അധ്യായം 10 വരെയുള്ള അധ്യായം പഠിച്ചതേ ഉള്ളൂ. അത് പരീക്ഷ അറ്റൻഡ് ചെയ്തില്ല. എനിക്കും ഇതിന്റെ ഒരു ഭാഗമാൻ കഴിഞ്ഞു. ഇതിന്റെ നല്ല മിടുക്കനായ ഒരു ക്വിസ് മാസ്റ്റർ ഉണ്ട്. അതിനെ അങ്ങേയറ്റം അഭിനന്ദിച്ചേ പറ്റുള്ള മറ്റാരുമല്ല, നമ്മുടെ മുഖത്തല പള്ളിയിലെ ലിച്ചു. പല സംശയങ്ങൾ ആൾക്കാർക്ക് വരുമ്പോൾ പലരും ആ പ്ലാറ്റ്ഫോമിൽ ഓപ്പൺ ആയിട്ട് ചോദിക്കാറുണ്ട്, പലരും രഹസ്യമായിട്ട് ചോദിക്കാറുണ്ട്. എന്നാലും കൃത്യമായ ആൻസർ കൃത്യസമയത്ത് തന്നെ ലഭിക്കുന്നു എന്നുള്ളത് ബഹുമാനപ്പെട്ട ടോണച്ചൻ ഇതിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ബിൻസൺ അച്ഛൻ ഇതിന്റെ ആ ചുമതല നിർവഹിക്കുന്നു. എങ്കിലും നല്ല ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾക്ക് കിട്ടുന്ന അവസരം. പ്രിയപ്പെട്ട ഏവരുമേ, അത് വേദപുസ്തകം പഠിച്ച് അല്ലെങ്കിൽ ക്വിസ് മത്സരത്തിൽ പങ്കെടുത്ത് 1-2 സ്ഥാനം ലഭിക്കുക എന്നുള്ളതല്ല നമ്മുടെ ആവശ്യം. അതതിന്റെ വഴിക്ക് വന്നോട്ടെ. പക്ഷെ ഈ വേദപുസ്തകം പഠിക്കുവാൻ നമുക്ക് കിട്ടിയ അവസരം ഈ ദേവാലയത്തിലെ വളരെ മിടുക്കരായ സമർത്ഥനായ സൂപ്പർ സീനിയേഴ്സ്, സീനിയേഴ്സ്, ജൂനിയേഴ്സ് ആയിട്ടുള്ള പഠിതാക്കൾ ഈ കൂട്ടത്തിലുണ്ടെന്ന് എനിക്കറിയാം. ഒത്തിരി സന്തോഷം. അച്ഛന്റെ നേതൃത്വം നിങ്ങൾക്ക് വളരെയധികം പ്രചോദനം ഉൾക്കൊള്ളുന്നതാണ്. അങ്ങനെ ആകട്ടെ എന്ന് ഞാൻ സൂചിപ്പിച്ചു കൊള്ളട്ടെ. പ്രിയപ്പെട്ട ഏവരുമേ, നമ്മുടെ സമയവും കാര്യമൊക്കെ നീണ്ടു പോവുകയാണ്. നമ്മൾ പല കൺവെൻഷനുകൾ കൂടിയിട്ടുണ്ട് അല്ലെ. ഞാൻ അച്ഛനോട് ചോദിച്ചു, ഈ ദേവാലയവുമായി ബന്ധപ്പെട്ട് അനേക പെരുന്നാളുകൾ ഉണ്ട് എന്ന് എനിക്കറിയാം. അതിന്റെ മുഖ്യമായ കൺവെൻഷനും പെരുന്നാളുമാണ് പരിശുദ്ധ ആബോ പിതാവിന്റെ. എന്നെക്കാളും കൂടുതലായിട്ട് ആബോ പിതാവിനെ കുറിച്ചും പിതാവിൽ നിന്ന് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ചും വാഴ്ത്തിപ്പാടുവാൻ അല്ലെങ്കിൽ അതിനെ അനേകരുടെ മുമ്പാകെ പ്രഘോഷിക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒത്തിരി ഉണ്ട് എന്ന് എനിക്കറിയാം. ആ പരിശുദ്ധ ആബോ പിതാവിന്റെ മധ്യസ്ഥതയിൽ ഇന്ന് ഇവിടേക്ക് കടന്നു വന്നപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട്, കഴിഞ്ഞ നാളുകളായിട്ട്, കഴിഞ്ഞ വർഷങ്ങളായിട്ട് നമ്മൾ ഒത്തിരി കൺവെൻഷൻ കൂടിയിട്ടുണ്ട്. നമ്മൾ ഒത്തിരി പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് ഈ കൺവെൻഷനുകൾ? എന്തിനു വേണ്ടിയാണ് നാം ഇത്രയൊക്കെ പ്രസംഗങ്ങൾ കൂടുന്നത്? ഏതെങ്കിലുമൊക്കെ പ്രസംഗങ്ങൾ കേട്ടിട്ട് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മുടെ ജീവിതത്തിന് ഒരു മാറ്റം ഉണ്ടാകാൻ ഇടയായിട്ടുണ്ടോ? എന്താണ് ഈ കൺവെൻഷൻ? എന്താണ് ഓരോ കൺവെൻഷനുകളും വെക്കുന്നത്? വലിയ പെരുന്നാളിലേക്ക് കടന്നു പോകുന്ന നമ്മളെ ഒരു രൂപപ്പെടുത്തിയെടുക്കുന്നതിനും നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് തന്നെ ഒരു രൂപാന്തരത്തിന്റെ അനുഭവം ഉണ്ടാകുന്നതിന് വേണ്ടിയാണല്ലോ ഈ കൺവെൻഷൻ പ്രസംഗങ്ങളൊക്കെ നടത്തുന്നത്. കഴിഞ്ഞ നാളുകളിലൊക്കെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശ്രേഷ്ഠമായ തിരുവചന പ്രഘോഷണം ഒക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ ഉള്ളിലേക്ക് അത് കടന്നു വന്ന് ആവശ്യമായ രൂപാന്തരവും പരിവർത്തനവും മാറ്റവും നമ്മുടെ ഉള്ളിലേക്ക് ഉണ്ടാകുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആമുഖമായി നിങ്ങളുടെ മുമ്പിൽ ആശംസിക്കുകയാണ്. ഇന്നത്തെ വചനദാനത്തിൽ കൂടെ, ഇന്നത്തെ ഈ ധ്യാനത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്റെ കൂടെ ആയിരിക്കാം. എന്റെ ഈ വചനദാനത്തിന്റെ ഒരു കണ്ണിയായി നിങ്ങൾക്ക് പ്രവർത്തിക്കാം. നിങ്ങൾ വെറും കാണികളായിരിക്കാതെ ഈ വചനധ്യാനത്തിന്റെ കണ്ണികളാകുവാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഇവിടെ കടന്നു വരുമ്പോൾ നമ്മുടെ ചുറ്റുപാടിയിരിക്കുന്നവരെ കാണാം, അവരെ കേൾക്കാം. നമുക്കിവിടെ എല്ലാം ഇവിടെ കേൾക്കുന്ന വചനധ്യാനത്തെ കേട്ടിട്ട് പോകാം. പക്ഷെ നമ്മൾ കേട്ടിട്ട് പോകുന്നതിനേക്കാളും എന്തെങ്കിലും അല്പമെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ശ്രേഷ്ഠവും ധന്യമാണെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ. 2026 എന്ന് പറയുന്ന പുതുവർഷം പല പ്രതീക്ഷകളോടും വളരെ ലക്ഷ്യത്തോടും കൂടിയാണ് നാം ഇതിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് അല്ലെ. ഒരു മാസം കടന്നുപോയി.
രണ്ടാമത്തെ മാസത്തിലേക്ക് നാം കടന്നിരിക്കുകയാണ്. പുതിയ തീരുമാനങ്ങളും പുതിയ പ്രതീക്ഷകളും പുതിയ പ്രത്യാശയുമായിട്ടാണ് നാം ഈ പുതുവർഷത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. പക്ഷേ പ്രിയമുള്ളവരെ, നാം ചിന്തിച്ചിരിക്കുന്ന, നാം ലക്ഷ്യത്തിൽ എത്തിച്ചേരുമെന്ന് ചിന്തിക്കുന്ന പല ലക്ഷ്യത്തിലും പല കാര്യങ്ങളും പലപ്പോഴും നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ നമുക്ക് കഴിഞ്ഞില്ലെന്ന് വരാം. നമ്മുടെ ജീവിതത്തിലേക്ക് ഹിതവും അഹിതവുമായ പലതും സംഭവിച്ചെന്ന് വരാം. എന്നാൽ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഇതാണ്: 2000 വർഷങ്ങൾക്ക് മുമ്പ് മാനവജാതിയെ രക്ഷിക്കാൻ വേണ്ടി കാലിത്തൊഴുത്തിൽ പിറന്ന യേശു തമ്പുരാൻ ഈ ലോകത്ത് 33.5 വർഷക്കാലം ജീവിച്ചു നമുക്ക് വേണ്ടി. തന്റെ പിതാവായ ദൈവം ലോകത്തെ സ്നേഹിച്ചതിന് യോഹന്നാന്റെ സുവിശേഷം 3:16 പറയുന്നത്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടിയാണ് ദൈവം അവനെ നമുക്ക് ഈ ലോകത്തിലേക്ക് തന്നത്. നാം ആരും നശിച്ചു പോകരുതെന്നും നമുക്കെല്ലാവർക്കും നിത്യജീവൻ കിട്ടണമെന്നും ദൈവം തമ്പുരാൻ ആഗ്രഹമുള്ളതുകൊണ്ടാണ് തന്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് തന്നത്. പക്ഷേ ലോകമോ അവനെ ത്യജിച്ചു. അതുകൊണ്ടാണല്ലോ ലോകം അവനെ വെറുത്തതിന്റെ അല്ലെ, ലോകം അവനെ ത്യജിച്ചതിന്റെ അങ്ങേ അറ്റമാണ് നാം അവന് ക്രൂശ് സമ്മാനമായി കൊടുത്തത്. അപ്പൊ കാലിത്തൊഴുത്തിൽ പിറന്ന യേശു തമ്പുരാൻ കാൽവരിയിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നവൻ, ആർക്കോ വേണ്ടി വെട്ടിയിട്ട് കല്ലറയിൽ അടക്കപ്പെട്ടവൻ. എന്നാൽ അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്ന ജീവനുള്ള ഒരു ദൈവം നമ്മുടെ കൂടെ മുന്നേറുമ്പോൾ, നമുക്ക് മുന്നേ വഴിയായിട്ട് കൂടെയുള്ളപ്പോൾ, പ്രിയമുള്ളവരെ, അഹിതവും ഹിതവുമായത് എന്തും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പക്ഷേ അതിനെ ധൈര്യപൂർവ്വം നേരിടുവാനുള്ള കഴിവ് എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരിക്കണം. ഇന്ന് ലോകത്തിൽ ആർക്കും, ഇന്ന് എവിടേക്ക് നോക്കിയാലും എല്ലാവർക്കും വിജയം മാത്രം മതി. ആർക്കും പരാജയം ഇഷ്ടമല്ല. ആരെ ചവിട്ടി താഴ്ത്തിയാണെങ്കിലും എനിക്ക് ഉജ്ജ്വല വിജയം, ഏത് കർമ്മമണ്ഡലത്തിലാണെങ്കിലും ഉജ്ജ്വല വിജയം നേടുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അത് ലോകരാഷ്ട്രങ്ങളെ തമ്മിൽ എടുത്താൽ പോലും ആർക്കും ആരെയും തോൽപ്പിക്കുക, ആർക്കും മുകളിലായിരിക്കണം, എന്റെ സ്ഥാനം എനിക്ക് എപ്പോഴും വിജയത്തിൽ എത്തിച്ചേരണമെന്നുള്ള ചിന്ത മാത്രമേ നമ്മളെ ഭരിക്കുന്നുള്ളൂ. എന്നാൽ നമുക്ക് പലയിടത്തും കാണാൻ കഴിയുന്നത് പലരും ദൈവത്തെ അകറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ജീവിതമാണ് ഇന്ന് നയിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന്റെ സ്ഥാനത്ത്, ക്രിസ്തുവിന്റെ സ്ഥാനത്ത് യുക്തിക്കും ബുദ്ധിക്കുമാണ് നാം സ്ഥാനം കൊടുത്തിരിക്കുന്നത്. ക്രിസ്തുവിനെ മാറ്റി നിർത്തി നമ്മുടെ യുക്തി മൂലവും നമ്മുടെ ബുദ്ധിയും ഉപയോഗിച്ചാണ് നമുക്ക് വിജയം സാധിക്കാൻ കഴിയുന്നതാണ് പലപ്പോഴും ചിന്തിക്കുന്നത്. അങ്ങനെ പല സ്വപ്നങ്ങളുമായിട്ടാണ് നമ്മുടെ യാത്ര. എന്നാൽ ഈ സ്വപ്നങ്ങളുമായിട്ടുള്ള യാത്രയിൽ നാം എത്തിച്ചേരുന്നത് നിരാശയുടെ തീരത്താണ്. ഈ നിരാശയുടെ തീരത്ത് നാം എത്തിച്ചേരുമ്പോൾ അതൊരു മാറ്റം വേണ്ടേ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെയാണ് നാം നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണെങ്കിൽ ഈ യുക്തിയും ബുദ്ധിയും പ്രയോഗിച്ച് നാം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതം നിരാശയുടെ വഴിയിലേക്കാണ് എത്തിച്ചേരുന്നെങ്കിൽ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമല്ലേ? എല്ലാവരും പറയും ജീവിതത്തിൽ മാറ്റം ആവശ്യമാണ്. പുതുവർഷത്തിലേക്ക് കടന്നു, ഒരു പുതിയ തീരുമാനങ്ങളോടുകൂടി ഒരു മാറ്റത്തിന്റെ കാലച്ച കെട്ടുകൊണ്ട് വേണം മുന്നോട്ട് പോകാനെന്നൊക്കെ നമുക്ക് ചിന്തിക്കാറുണ്ട്. പക്ഷേ മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുകയും മാറ്റത്തിന് വിധേയരാകാൻ താല്പര്യമില്ലാതിരിക്കുന്ന ഒരു ജനസമൂഹമാണ് ഞാനും നിങ്ങൾ ഉൾപ്പെടുന്ന ഈ സമൂഹം എന്ന് പറയുന്നത്. ഒരിക്കലെ ഒരു ഭക്തനായ മനുഷ്യൻ ഈ ലോകത്തെ നന്നാക്കാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ ഈ ലോകത്തിന് ഒരു മാറ്റം ഉണ്ടാകണം. നാളുകൾ ആ ഭക്തനായ മനുഷ്യൻ പ്രാർത്ഥിച്ചു, പക്ഷേ ഒരു പ്രയോജനവും ഉണ്ടായില്ല. അവസാനം ആ മനുഷ്യന് തന്നെ തോന്നി ഈ പ്രാർത്ഥന എങ്ങും ചെന്നെത്തത്തില്ല, അതുകൊണ്ട് ഇനി എനിക്കൊരു മാറ്റം ഉണ്ടാകാൻ പ്രാർത്ഥിക്കാം. അങ്ങനെ ആ മനുഷ്യന് തന്നെ മാറ്റം ഉണ്ടാകുവാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ മനുഷ്യന് മാറ്റമുണ്ടായെന്നും ആ മനുഷ്യന് മാറ്റമുണ്ടായപ്പോൾ തന്റെ ഭവനത്തിന്റെ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടായെന്നും തന്റെ ചുറ്റുപാടുകൾക്ക് മാറ്റമുണ്ടായെന്നും തന്റെ സമൂഹത്തിന് മാറ്റമുണ്ടായെന്നും താൻ വസിക്കുന്ന ഈ ദേശത്തിനും അല്ലെങ്കിൽ താൻ ഉൾപ്പെടുന്ന ഈ വാസസ്ഥലത്തിനും അല്ലെങ്കിൽ ഈ രാജ്യത്തിന് തന്നെ മാറ്റമുണ്ടാവുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ അതായത് നാം ഓരോരുത്തരും അങ്ങനെയാണെങ്കിൽ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആകേണ്ട അവസ്ഥയിലേക്ക് ഒരു മാറ്റം നമുക്ക് ആവശ്യമല്ലേ? നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആകേണ്ട അവസ്ഥയിലേക്ക് ഒരു മാറ്റം എന്റെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആവശ്യമായിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്നത്തെ വേദചിന്തയ്ക്കായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഭാഗം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 51-ാം വാക്യം.
വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 51-ാം വാക്യം. നമുക്ക് വളരെ സുപരിചിതമായ വാക്യമാണ്. നിങ്ങൾ വായിച്ച ഇവിടെ വരെ എത്തത്തില്ലായിരിക്കും. എന്തായാലും നിങ്ങൾ നോട്ട് ചെയ്യുക. ഞാൻ തന്നെ പറയാം. യേശു അവനോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു? യേശു അവനോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു? അന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുന്നു, റബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണം. ശരി, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കും. പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ സംഭവത്തിന്റെ പശ്ചാത്തലമൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്ന കാര്യം. വളരെ ഷോർട്ടായിട്ട് ഞാനൊന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാം. നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന സമയത്തിനുള്ളിൽ നമ്മുടെ ഈ വചന പ്രഘോഷണം ഇവിടെ തീരേണ്ടത് ആവശ്യമായിരിക്കുന്നല്ലോ. യേശുതമ്പുരാനും ശിഷ്യന്മാരും പുരുഷാരത്തോടൊപ്പം എരിഹോം വിട്ട് പുറപ്പെട്ടു പോകുകയാണ്. അന്നേരം എരിഹോവിന്റെ നേർവിധിയിൽ ഒരു ഭിക്ഷ യാചിക്കുന്ന കുരുടനായ ഒരു മനുഷ്യനുണ്ട്. വേറെ ആരുമല്ല, തീമായിയുടെ മകനായ ബർത്തീമായി. അവനറിയത്തില്ല അവനൊരു കുരുടനായ മനുഷ്യനാണ്. ഞാൻ നോക്കിയിട്ട് ഈ ലോകത്തെ ഏറ്റവും സങ്കടകരമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു അന്ധന്റെ അവസ്ഥയാണ്, ഒരു കുരുടന്റെ അവസ്ഥയാണ് ഈ ലോകത്തെ ഏറ്റവും സങ്കടകരമായ അവസ്ഥ. നിങ്ങൾ പറഞ്ഞേക്കും അതല്ല മറ്റേതാണ് ഇങ്ങനെയാണ്. ഒത്തിരി അവസ്ഥകൾക്കാണ് നമ്മുടെ മുമ്പിൽ എനിക്കും നിങ്ങൾക്കും മുന്നിലേക്ക് വെക്കാൻ ഒത്തിരി ദയനീയമായ അവസ്ഥയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, ഈ കുരുടനായ മനുഷ്യൻ താൻ ഈ ഭൂമിയിലേക്ക് പിറന്നു വീണു. താൻ എവിടെയാണ് പിറന്നു വീണത്? യാതൊരു അറിവും ആ കുരുടനില്ല. താൻ തന്റെ അമ്മയുടെ വയറ്റിൽ ഇരുട്ടിലാണ് കഴിഞ്ഞെങ്കിൽ താൻ പിറന്നു വീണ സ്ഥലവും ഇരുട്ട് മാത്രമേ തനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ. തന്നെ വളർത്തിയ, തന്നെ പ്രസവിച്ചു വളർത്തിയ തന്റെ അമ്മ ആരാണെന്ന് അവൻ കണ്ടിട്ടില്ല. താൻ ഈ ലോകത്തിലാകുവാൻ ഇടയായ ഞങ്ങളുടെ മാതാപിതാക്കളെ അവന് അറിയത്തില്ല. ഇത്രയും വർഷക്കാലം തന്റെ യൗവനത്തിൽ വരെ എത്തിയിട്ടും ഒരു നേരത്തെ ആഹാരത്തിനുള്ള വഴി ഉണ്ടാക്കുവാനുള്ള മാർഗം അവനില്ല. അവന്റെ ചുറ്റുപാടുകളെ ഒന്ന് കാണുവാൻ, അവൻ പിറന്നു വീണ ഈ ഭൂമിയുടെ സൗന്ദര്യം ഇതുവരെ ഒന്ന് കാണുവാനുള്ള ഭാഗ്യം ആ വ്യക്തിക്ക് കിട്ടിയിട്ടില്ല. തന്റെ ഒരു ദിവസത്തെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയുള്ള വഴി, മാർഗം കണ്ടുപിടിക്കാനുള്ള അവസ്ഥ അവനില്ല. അതുകൊണ്ട് ഒരു നേരത്തെ ആഹാരത്തിനുള്ള വഴിക്ക് വേണ്ടിയാണ് ഈ എരിഹോവിന്റെ നേർവീതിയിൽ ആ ചെറുപ്പക്കാരൻ കുരുടനായ ഈ ബർത്തീമായി തന്റെ ഭിക്ഷയാചനത്തിനുള്ള അവസ്ഥയുമായി ഇരിക്കുന്നത്. അന്നേരമാണ് അവൻ കേൾക്കുന്നത്, ഏതോ ഒരു പുരുഷാരം കടന്നു വരുന്ന ശബ്ദം അവൻ കേൾക്കുന്നുണ്ട്. അവൻ അവരുടെ സംസാരം കേൾക്കുന്നു. പക്ഷേ ആ കുരുടനായ മനുഷ്യന് ഒന്നും കാണുവാൻ കഴിയുന്നില്ല. ആരോ പറയുന്നുണ്ട്, യേശു എന്ന് പറയുന്ന മനുഷ്യനാണ് അതുവഴി കടന്നത്. കുരുടനെ സൗഖ്യമാക്കുവൻ, മുടന്തനെ സൗഖ്യമാക്കുവൻ, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയവൻ, കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയവൻ. അത്രമാത്രം അത്ഭുതങ്ങളുടെ ഉറവിടമായ യേശുതമ്പുരാൻ ഈ വഴി കടന്നു വരുമ്പോൾ എന്റെ കണ്ണിന് കാഴ്ച പ്രാപിക്കണമെന്ന് ആ കുരുടനായ മനുഷ്യൻ ആഗ്രഹിച്ചതിൽ എന്താണ് തെറ്റ്? അല്ലേ? അവൻ ആഗ്രഹിച്ചു, അവനെ, എന്റെ യേശുനാഥനെ, എനിക്ക് സൗഖ്യം തരും അന്ന് ആ യേശുനാഥനെ കാണുവാനുള്ള അവന്റെ അഗാധമായ ആഗ്രഹം. അവൻ വിളിക്കുകയാണ്, യേശുവേ, ദാവീദുപുത്ര, എന്നോട് കരുണ തോന്നണമെന്ന്. കോലാഹലത്തിലും ബഹളത്തിലും ഇടയ്ക്ക് നീ മിണ്ടാതിരിന്ന് അവരെ ശല്യപ്പെടുത്തുന്നതേ ഉള്ളൂ. ആൾക്കാർ പോവുകയാണ്. അവൻ അന്നേരവും നിലവിളിക്കുകയാണ്, യേശുവേ, ദാവീദുപുത്ര, എന്നോട് കരുണ തോന്നണമേ. ആരോ അവനോട് പറഞ്ഞു, നിന്നെ വിളിക്കുന്നത്. എങ്ങോട്ടെന്നില്ലാതെ, ആരുടെ അടുത്തേക്കെന്നില്ലാതെ, യേശു എവിടെയെന്നറിയാതെ തന്റെ പുതപ്പ് പോലും, തന്റെ ഈ ലോകത്തിലെ സംരക്ഷണമായിരുന്ന പുതപ്പ് പോലും വലിച്ചെറിഞ്ഞിട്ട് ആ മനുഷ്യൻ യേശുതമ്പുരാന്റെ അടുത്ത് ഓടിയെത്തുകയാണ്. അവൻ പറയാണ്, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നുന്നേ എന്ന് പറയുമ്പോൾ യേശുതമ്പുരാൻ അവനോട് ചോദിക്കുന്ന ചോദ്യം, അവനോട് പറയുകയാണ്, ഞാൻ നിനക്കിന്ന് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു?
എനിക്ക് കാഴ്ച പ്രാപിക്കണം. റബ്ബൂനി, യജമാനനെ, ഗുരുവേ, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് പറയുമ്പോൾ നിന്റെ വിശ്വാസം പോലെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ കാഴ്ച പ്രാപിച്ചവനായി യേശു തമ്പുരാനെ കാഴ്ച പ്രാപിച്ചവൻ തിരികെ പോവല്ല ചെയ്തേ. യേശു തമ്പുരാനെ തന്റെ ജീവിതത്തിൽ അവൻ പിന്തുടർന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, ഇന്നത്തെ രാത്രിയിൽ എന്റെ നിങ്ങളുടെ ചിന്തയ്ക്കടുത്തിരിക്കുന്ന വേദഭാഗം ഇതാണ്: ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു. എന്നോടും നിങ്ങളോടും ഇന്ന് യേശു തമ്പുരാൻ ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു. എന്തെങ്കിലും ഇച്ഛ, അങ്ങനെയുള്ള ആഗ്രഹം നിങ്ങളുടെ ഉള്ളിലേക്കുണ്ടോ? യേശു തമ്പുരാൻ ഇന്ന് രാത്രി കടന്നു വന്ന് എന്നോടും നിങ്ങളോടും ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ആഗ്രഹിക്കുന്നു. നമുക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടോ? അതോ പ്രിയപ്പെട്ടവരെ, എല്ലാം നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം, നമ്മുടെ സ്വന്തം ബലം കൊണ്ട്, നമ്മുടെ ആരോഗ്യം കൊണ്ട്, നമ്മുടെ ജോലി കൊണ്ട്, നമ്മുടെ ജീവിതത്തിലെ നാം സ്വന്തമായി നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ട് നേടിയതാണോ ഇതെല്ലാം? അതുകൊണ്ട് യേശു തമ്പുരാനെ, ഞാൻ ഒന്നും ഇച്ഛിക്കുന്നില്ല, നീ എനിക്കൊന്നും ചെയ്തു തരണ്ട എന്നുള്ളതാണോ നമ്മുടെയൊക്കെയും ചിന്ത? എന്നാൽ പ്രിയപ്പെട്ടവരെ, ഓർക്കുക, ആർജിച്ച നേട്ടങ്ങൾക്കും ലഭിച്ച അനുഗ്രഹങ്ങൾക്കും പിന്നിൽ അനേകരുടെ പ്രാർത്ഥനയുണ്ടെന്നുള്ള സത്യം ഞാനും നിങ്ങളും മറന്നു പോകരുത്. ഞാനും നിങ്ങളും ആയിരുന്ന അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് അനേകരുടെ പ്രാർത്ഥനയാണ്. അത് നമ്മുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയായിരിക്കാം, അത് നമ്മുടെ കൂട്ടാളിയുടെ പ്രാർത്ഥനയായിരിക്കാം, അത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനയായിരിക്കാം, നമ്മുടെ കൂട്ടുകാരുടെ പ്രാർത്ഥനയായിരിക്കാം, നമ്മളുമായി ആത്മബന്ധമുള്ള ആരുടെയും പ്രാർത്ഥനയാകാം. അല്ലാതെ നമ്മുടെ സ്വന്തമായ നേട്ടം കൊണ്ടോ നമ്മുടെ സ്വന്തമായ കഴിവുകൊണ്ടോ നമുക്കൊന്നും നേടിയെടുക്കാൻ ഒക്കത്തില്ല. ഒരിക്കൽ വളരെ പ്രാർത്ഥനാവീരരായ 2 ചെറുപ്പക്കാർ അവരെന്ത് പ്രാർത്ഥിച്ചാലും ലഭിക്കും. അവരൊരു കപ്പൽ യാത്ര ചെയ്ത് കടന്നു പോവുകയായിരുന്നു. പെട്ടെന്ന് അവരുടെ കപ്പലിന് ഒരു ക്ഷതം സംഭവിച്ചു. അവർക്ക് യാത്ര ചെയ്യാനൊക്കാത്ത അവസ്ഥയായി. 2 പേരുടെ വെള്ളത്തിൽ ചാടി. അവർ വളരെ പ്രാർത്ഥനയോടുകൂടി എവിടെയോ നീന്തിക്കേറി. 2 പേരും നീന്തിക്കേറിയത് ഒരു വിജനമായ ദ്വീപിലായിരുന്നു. ഈ 2 കൂട്ടുകാരും നീന്തിക്കേറിയത്. അവർക്ക് വളരെ സങ്കടം തോന്നി. കാരണം ഞങ്ങൾ വളരെ പ്രാർത്ഥനാവീരരായ പുരുഷന്മാർ, ഞങ്ങൾ പ്രാർത്ഥിച്ചില്ല നേടിയവര്, ഞങ്ങൾ എത്തിയതിരിക്കുന്നത് വിജനമായ ഒരു ദ്വീപില്. ഞങ്ങൾ യാത്ര ചെയ്ത കപ്പലിന് ക്ഷതവുമേറ്റു. നിരാശ തോന്നിയെങ്കിലും 2 പേരും കൈയോട് കൈ കോർത്ത് പിടിച്ചിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവമേ, ഞങ്ങൾ ഈ വിജനമായ ഈ ദ്വീപിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് വിശക്കുന്ന അപ്പാ, ഞങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരത്തിന് വഴി തരണമേ എന്ന് പ്രാർത്ഥിച്ചു. വളരെ അത്ഭുതം എന്ന് പറയട്ടെ, പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ അവർക്ക് ആ സ്ഥലത്തെ ഫലങ്ങൾ നിറഞ്ഞ വൃക്ഷം ആ ദ്വീപിൽ ഉണ്ടായി. അവർ വളരെ സന്തോഷത്തോടെ അതിനകത്തെ ഫലങ്ങളൊക്കെ പറിച്ചു തന്ന് വളരെ സന്തോഷമായിരുന്നു. അപ്പൊ അവർക്ക് വളരെ സന്തോഷം തോന്നി. നമ്മൾ പ്രാർത്ഥിച്ചതൊക്കെ നമുക്ക് ലഭിച്ചു. വീണ്ടും അവർ പ്രാർത്ഥിച്ചു, ദൈവമേ, നനഞ്ഞ വസ്ത്രവുമായിട്ടാണ് ഞങ്ങൾ കടന്നു വന്നേ, ഉടുതുണിക്ക് മറുതുണി ഞങ്ങൾക്കില്ലല്ലോ അപ്പാ, ഞങ്ങൾക്ക് മാറുവാൻ വസ്ത്രം തരണമേ. അത്ഭുതം എന്ന് പറയട്ടെ, അവർ പ്രാർത്ഥിക്കുന്നൊക്കെ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നു. സന്തോഷം തോന്നി. 2 പേരോട് ഒരു തീരുമാനമെത്തി. ഒന്നാമത്തെ കൂട്ടുകാരൻ 2ാമത്തെ കൂട്ടുകാരനോട് പറഞ്ഞു, എടാ, നീ ഞാനും പ്രാർത്ഥിക്കുന്നൊക്കെ ലഭിക്കുന്നു, ഒരു കാര്യം ചെയ്യാം, ദ്വീപിന്റെ 2 അറ്റത്തായിട്ട് പോയിരുന്നു നമുക്ക് പ്രാർത്ഥിക്കാം. നീ പ്രാർത്ഥിക്കുന്നൊക്കെ നിനക്കും കിട്ടും, ഞാൻ പ്രാർത്ഥിക്കുന്നൊക്കെ എനിക്കും കിട്ടും. 2 പേരും ദ്വീപിന്റെ 2 അറ്റത്ത് പോയിരുന്ന പ്രാർത്ഥന തുടങ്ങി. അങ്ങനെ 1ാമത്തെ കൂട്ടുകാരൻ എന്തൊക്കെ പ്രാർത്ഥിക്കുന്നു അതെല്ലാം അവന് ലഭിക്കുന്നു. കുറച്ചു ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ അവന് തോന്നി, ഞാൻ പ്രാർത്ഥിക്കുന്നൊക്കെ എനിക്ക് ലഭിക്കുന്നുണ്ട്, എന്നാ പിന്നെ ഇവിടെ നിന്ന് പോയി എന്റെ നാട്ടിലേക്ക് പോകണം. തമ്പുരാനെ, എനിക്കിവിടെ നിന്ന് കടന്നു പോകാനായിട്ട് ഒരു വാഹനം നീ ഒരുക്കി തരണേ എന്ന് പറഞ്ഞു. അവൻ പ്രാർത്ഥിച്ചു. അതിശയം എന്ന് പറയട്ടെ, പിറ്റേന്ന് രാവിലെ ഞാൻ യാത്ര ചെയ്യാൻ ഒരു കപ്പൽ ആ ദ്വീപിന്റെ സമീപത്ത് എത്തിച്ചേർന്നു. വളരെ സന്തോഷമായിട്ട് എല്ലാവരും ഇടയ്ക്ക് ചിന്തിക്കുന്നുണ്ട്, എന്റെ കൂട്ടുകാരൻ എന്ത് ചെയ്യും? അവൻ പ്രാർത്ഥിച്ചിട്ടൊന്നും കിട്ടിക്കാണത്തില്ല, അതുകൊണ്ട് അവനിനി എവിടാന്ന് അറിയത്തില്ല. അവനെവിടെയും കാണും. എന്തായാലും എനിക്ക് യാത്ര ചെയ്യാൻ കപ്പൽ വന്നു, ഞാൻ പോകാൻ തീരുമാനിച്ച് ആ 1ാമത്തെ കൂട്ടുകാരൻ കപ്പലിലേക്ക് കടക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് അവനൊരു അശരീരി കിട്ടുന്നു. നീ ഇവിടേക്ക് പോവുകയാണ്? നീ ഇവിടെ പോകുന്നു? അതേ, ഞാന് പ്രാർത്ഥിച്ച് എനിക്കൊരു കപ്പൽ വന്നു, ഞാൻ എന്റെ നാട്ടിലേക്ക് പോവാണ്. നീ മാത്രമാണോ ഇവിടേക്ക് കടന്നു വന്നേ? നിന്റെ കൂടെ ഒരു കൂട്ടുകാരനും കൂടെ വന്നില്ല. അവനെവിടെയും ചോദിച്ചാൽ ഞങ്ങൾ 2 പേരും ദ്വീപിന്റെ 2 അറ്റത്തായി പ്രാർത്ഥിക്കാനായിട്ട് പോയി. ഞാൻ പ്രാർത്ഥിച്ചതൊക്കെ എനിക്ക് ലഭിച്ചു, എന്റെ കൂട്ടുകാരൻ പ്രാർത്ഥിച്ചതൊക്കെ അവന് ലഭിക്കുന്നുണ്ടായിരിക്കും. ലഭിച്ചു കാണും, അവനൊരു പക്ഷേ ഇവിടെ നിന്ന് പൊയ്ക്കാണ്. നീ നിൽക്ക്, നിന്റെ കൂട്ടുകാരൻ എന്താ പ്രാർത്ഥിച്ചത് നിനക്കറിയാമോ? ശരി, അവനോട് ചോദിക്കുന്ന ചോദ്യമാണ്, നിന്റെ കൂട്ടുകാരൻ എന്താണ് പ്രാർത്ഥിച്ചത് നിനക്കറിയാമോ? നിന്റെ കൂട്ടുകാരൻ പ്രാർത്ഥിച്ചത് ഇതാണ്, എന്റെ ദൈവമേ,
എന്റെ കൂട്ടുകാരൻ നിന്നോട് എന്ത് പ്രാർത്ഥിക്കുന്നു അത് നീ അവന് സാധിച്ചു കൊടുക്കണേ. എന്റെ ദൈവമേ, എന്റെ കൂട്ടുകാരൻ നിന്നോട് എന്താണോ പ്രാർത്ഥിക്കുന്നേ നീ അവന് സാധിച്ചു കൊടുക്കണേ. പ്രിയമുള്ളവരെ, രണ്ടാമത്തെ കൂട്ടുകാരന്റെ കണ്ണുനീരിന്റെ ഫലമായിട്ടാണ് ഒന്നാമത്തെ കൂട്ടുകാരന് യാത്ര ചെയ്യാനായിട്ട് കപ്പൽ കടന്നു വന്നിരിക്കുന്നത്. അവന് വളരെ സങ്കടം തോന്നി. അവൻ ആ ദ്വീപിന്റെ എല്ലാ സൈഡിലും അവനെ അന്വേഷിച്ചു. നോക്കിയപ്പോൾ ഒരു ദ്വീപിന്റെ ഒരു മൂലക്കിരുന്ന് അവൻ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുകയാണ്. തന്റെ കൂട്ടുകാരനെ ചെന്ന് കെട്ടിപ്പിടിച്ച് രണ്ടുപേരും സന്തോഷമായിട്ട് കപ്പലിൽ യാത്ര ചെയ്തായിട്ടാണ് കഴിയാൻ കഴിഞ്ഞത്. പ്രിയമുള്ളവരെ, ആർജിച്ച നേട്ടങ്ങൾക്കും ലഭിച്ച അനുഗ്രഹങ്ങൾക്കും മുന്നിൽ അവൻ ഇച്ഛിച്ചത് ദൈവം അവന് കൊടുത്തു. രണ്ടാമത്തെ കൂട്ടുകാരൻ ഒന്നാമത്തെ കൂട്ടുകാരന് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ ഇന്ന് ഇച്ഛിക്കുന്നത് എന്റെ കൂട്ടുകാരൻ എന്ത് നിന്നോട് യാചിക്കുന്നോ നീ അത് അവന് ചെയ്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു. അതുകൊണ്ടാണല്ലോ ഞാനും നിങ്ങളും ഇച്ഛിക്കുന്നത് എന്താണോ ഇന്ന് രാത്രിയിൽ പ്രിയമുള്ളവരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക, ആത്മാർത്ഥമായിട്ട് ഉള്ളിലേക്ക് ചിന്തിക്കുക. നമ്മുടെ ഉള്ളിലേക്കാണ് മാറ്റം ഉണ്ടാവണ്ടേ. മറ്റുള്ളവർക്കും ഈ പെരുന്നാളോടുകൂടി മറ്റുള്ളവർക്ക് എന്ത് മാറ്റം ഉണ്ടായി എന്ന് നാം ചിന്തിക്കരുത്. എനിക്കെന്താണ് മാറ്റം ഉണ്ടാവുന്നത്, എന്റെ ജീവിതത്തിൽ എന്താണ് മാറ്റം ഉണ്ടാവേണ്ടത്, ആ മാറ്റം കൂട്ടത്തിൽ കൂടെയാണ് നീ എന്തിച്ഛിക്കുന്നു അത് നിനക്ക് ലഭിക്കുവാൻ കഴിയുള്ളൂ. നമുക്കറിയാം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 21 മുതൽ 31 വരെയുള്ള വാക്യം ശ്രദ്ധിച്ചാൽ വളരെ ശ്രേഷ്ഠമായ ഒരു സംഭവത്തെ നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയും. യേശു 15-ാം അധ്യായം 21 മുതൽ 31 വരെയുള്ള വാക്യം വേറൊന്നുമല്ല. യേശു ഗന്നസരേത്ത് ദേശം വിട്ട് സോർ സീദോൻ വഴിയിൽ കൂടെ ദേശത്തുകൂടി കടന്നു പോകുമ്പോൾ പുറജാതിക്കാരിയായ ഒരു സ്ത്രീ യേശുവിന്റെ പിന്നാലെ കൂടി. കനാന്യ സ്ത്രീ, നമുക്കറിയാമല്ലോ ആരാണ് കനാന്യരെന്നും ഈ പുറജാതിക്കാരിയായ സ്ത്രീ എന്ന് പറയാൻ കാരണം ആരാണ് കനാന്യർ ശപിക്കപ്പെട്ടവരാണ്, എന്തുകൊണ്ട് കനാന്യർ ശപിക്കപ്പെട്ടു എന്നുള്ള ആ കഥയിലേക്കോ ആ വഴിയിലേക്കോ ഒന്നും ഞാൻ വരുന്നില്ല. അനേക ഭൂതഗ്രസ്തരെയും അനേക കുരുടരെയും അനേക മുടന്തരെയും അനേക ചെകിടരെയും അനേക രോഗഗ്രസ്തരെയും യേശുദമ്പുരാൻ സൗഖ്യമാക്കിയിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നും വിഭിന്നമായിട്ടാണ് ഒരു പുറജാതിക്കാരി സ്ത്രീ യേശുദമ്പുരാന്റെ പുറകെ ഓടി വരുന്നത്. എന്തിനു വേണ്ടിയാണ് അവൾ ഓടി വരുന്നത്? തന്റെ മകളുടെ സൗഖ്യത്തിന് വേണ്ടി, അല്ലെ? അവള് യേശുദമ്പുരാന്റെ പുറകെ കടന്നു വന്നിട്ട് പറയുകയാണ്, അവൾ യേശുവിന്റെ പുറകെ ഓടുവാണ്. യേശുവേ, ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞ് ഓടി വരുന്നുണ്ട്. പക്ഷേ യേശുദമ്പുരാൻ ഒന്നും അനങ്ങുന്നില്ല. 3 പ്രാവശ്യം ഈ കനാന്യ സ്ത്രീ യേശുദമ്പുരാനോട് സംസാരിക്കുന്നുണ്ട്. 3 പ്രാവശ്യം യേശുദമ്പുരാനോട് സംസാരിക്കുമ്പോൾ യേശുദമ്പുരാൻ 2 പ്രാവശ്യം അവളോടും സംസാരിക്കുന്നുണ്ട്. ഇതേവരെ നമ്മള് ഈ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ വായിച്ചപ്പോൾ നമുക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? കനാന്യ സ്ത്രീ യേശുവിനെ കണ്ടു. പക്ഷേ അവൾ 3 പ്രാവശ്യം യേശുവിനോട് സംസാരിച്ചതായിട്ടും അതിനുത്തരമായിട്ട് യേശു 2 പ്രാവശ്യം സംസാരിച്ചു എന്നും നമ്മൾക്ക് ഇതുവരെ നമ്മൾ ചിന്തിച്ചിട്ടില്ല. എന്നാൽ അങ്ങനെയാണ് അവന്റെ ശിഷ്യന്മാര് പറയുന്നുണ്ട്, ഈ സ്ത്രീ നിന്റെ പുറകെ നടന്ന് നമ്മളെ ശല്യപ്പെടുത്തുന്നല്ലോ, അവളെ പറഞ്ഞു വിടണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ യേശുദമ്പുരാൻ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ഇസ്രായേലിലെ കാണാതെ പോയ ആടിനെ അന്വേഷിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അത് ശിഷ്യന്മാരോട് പറയുന്നതാണ്. അവൾ വിടാതെ യേശുദമ്പുരാന്റെ പുറകെ കൂടി. എന്നിട്ട് അവൾ പറയുന്നതാണ്, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എന്റെ മകൾക്ക് കഠിനമായ ഭൂതോദ്രവം ഏറ്റിരിക്കുന്നു, അവളെ സൗഖ്യമാക്കണേന്ന്. യേശുദമ്പുരാൻ ഒരു മറുപടി പോലും പറഞ്ഞില്ല. ആലോചിച്ചു നോക്കേ, നാം ഇതേ ആവശ്യവുമായി ആരെയെങ്കിലും സമീപിക്കുമ്പോൾ അവരൊരു മറുപടി പോലും പറയാതിരുന്നാൽ നമ്മളെന്തോ ചെയ്യും? അടുത്ത സ്റ്റെപ്പ് വേറെ ജോലിയൊന്നുമില്ല, അല്ലേ? ഈ സമയത്ത് വേറൊരാളിനോടായിരുന്നു പോയി ചോദിച്ചെങ്കിൽ എന്തെങ്കിലും ഒരു മറുപടി നമുക്ക് കിട്ടിയേനെ. ഇതൊരു മറുപടി പോലും പറയാതിരിക്കുന്നു. അതുകൊണ്ട് അവൾ ആ വേദന സഹിച്ചു. ആ സഹനത്തെ അവൾ ഏറ്റുവാങ്ങി. തമ്പുരാൻ മറുപടി പറയാതിരുന്നിട്ടും അവൾ വിട്ടില്ല, തമ്പുരാനെ വിട്ടില്ല. ആ കനാന്യ സ്ത്രീ യേശുദമ്പുരാനെ വിട്ടില്ല. കാരണം അവളുടെ മേൽ ഒരു അഗാധമായ ആഴമായ സ്നേഹം കനാന്യ സ്ത്രീക്ക് തന്റെ മകളുടെ മേലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എന്റെ തമ്പുരാനെ കൊണ്ട് കഴിയും, ഞാൻ എത്ര പുറകെ പോയേ പറ്റുള്ളൂ, എന്റെ തമ്പുരാൻ എനിക്കിത് സാധിച്ചു തരും എന്ന അടിയുറച്ച വിശ്വാസം കനാന്യ സ്ത്രീക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് അവൾ വീണ്ടും ചെല്ലുകയാണ്. വീണ്ടും അവൾ പറയുന്നുണ്ട്, യേശുവേ, എന്റെ കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞിട്ട് അവൾ അവനെ വീണ് നമസ്കരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആദ്യമേ അവൾ എന്താ ചെയ്തേ? നിലവിളിച്ചുകൊണ്ട് കർത്താവിന്റെ പുറകെ ഓടി വരികയാണ്.
എപ്പോഴാണ് നിലവിളിക്കുന്നത്? എല്ലാ ആശ്രയവും തീർന്നു പോകുമ്പോൾ നാം പലതരത്തിൽ കരയും, അല്ലേ? നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് കരയും, നമ്മൾ വിതുമ്പി കരയും, നമ്മൾ വിങ്ങിപ്പൊട്ടി കരയും, നമ്മൾ കണ്ണ് വാതോരാതെ നമ്മുടെ സങ്കടങ്ങളെ ഏറ്റുപറഞ്ഞ് നമ്മൾ കരയും. നിലവിളിക്കുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ ഒത്തിരി കരഞ്ഞതാണ്, വർഷങ്ങളോളം കരഞ്ഞതാണ്. അവളുടെ ഉള്ളിൽ ഈ സങ്കടം വിങ്ങിപ്പൊട്ടി നാളുകളോളം കരഞ്ഞതാണ് ഈ കനാന്യ സ്ത്രീ തന്റെ മകൾക്ക് വേണ്ടി. അവസാനം അവള് യേശുതമ്പുരാന്റെ കാലിൽ അവനെ വീണ് നമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. എന്റെ കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിക്കുന്നു. ഇവിടെയാണ് യേശുതമ്പുരാൻ അവൾക്ക് മറുപടി കൊടുക്കുന്നത്. എന്താണ് കൊടുക്കുന്ന മറുപടി? നായ്ക്കുട്ടികളും എന്താണ് അവൾ കൊടുക്കുന്ന? മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് ഉചിതമല്ല. യേശുദമ്പുരാൻ കൊടുത്ത മറുപടിയാണ്. അവൾ കാലിൽ വീണ് നമസ്കരിച്ചപ്പോഴും കർത്താതമ്പുരാൻ പറയുവാണ് അവളോട്, അല്ലയോ സ്ത്രീയെ, മക്കളുടെ അപ്പം, ഞാൻ എന്റെ അപ്പം മക്കൾക്ക് കൊടുക്കാനാ വന്നത്, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് ഉചിതമല്ല. അതാണ് അവൾ മൂന്നാമത് ഉത്തരം പറയുന്നുണ്ട്. യജമാനനെ, എന്റെ കർത്താവേ, നായ്ക്കുട്ടികളും യജമാനന്മാരുടെ മേശക്കീഴിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ തിന്ന് ഭക്ഷിച്ച് ജീവിക്കുന്നുവല്ലോ എന്ന്. അതേ പ്രിയമുള്ളവരെ, ഒരു നായ്ക്കുട്ടിയായിട്ട് അവളുടെ ഐഡന്റിറ്റിയെ പോലും ചോദ്യം ചെയ്തപ്പോൾ യഹൂദന്മാരുടെ അന്നത്തെ സംസ്കാരത്തിൽ യഹൂദന്മാരൊഴിച്ച് ബാക്കിയുള്ളവർ വിജാതിയരായിട്ടുള്ളവരെ എല്ലാം നായ്ക്കളായിട്ടാണ് സംബോധന ചെയ്തത്. ഈ പുറജാതി അവരെല്ലാം വിജാതികളാണ്, പുറജാതിക്കാരെന്ന് തള്ളുമ്പോഴേ ആ വിജാതിയായ സ്ത്രീ, ആ പുറജാതിക്കാരിയായ സ്ത്രീ ഒരു നായ്ക്കുട്ടിയായിട്ട്, ഒരു നായായിട്ട് അവളെ സംബോധന ചെയ്തപ്പോഴും തന്റെ ഐഡന്റിറ്റി പോലും നഷ്ടപ്പെട്ടപ്പോഴും ആത്മാർത്ഥമായിട്ട് തന്റെ തലമുറയ്ക്ക് വേണ്ടി പിൻപറ്റുന്ന ഒരു അനുഭവം അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട ഇതാണ്. നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി പിൻപറ്റുന്ന ഒരു മനോഭാവം എനിക്ക് നിങ്ങൾക്ക് ഉണ്ടോ? നമ്മുടെ തലമുറയെ നേർവഴി നടത്തേണ്ടതായ ഒരു ചിന്ത എന്നെ നിങ്ങളെയും അലട്ടുന്നുണ്ടോ? ഇന്ന് ഞാനും നിങ്ങളും മക്കളെ വളർത്തുന്നവരാണ്, ഞാനും നിങ്ങളും മക്കളെ വളർത്തിയവരാണ്, അല്ലേ? നമ്മളുടെ മക്കളുടെ ശാരീരികവും മാനസികവും ബൗദ്ധികവുമായ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ പോഷണവും ഞാനും നിങ്ങളും കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ച് അവരുടെ ശാരീരികമായ വളർച്ചയ്ക്ക്, അവരുടെ ബൗദ്ധികമായ വളർച്ചയ്ക്ക്. ശാരീരികമായ വളർച്ചയ്ക്ക് നാം ചിന്തിച്ചാൽ അവർക്ക് കൊടുക്കാത്തതായ ഭക്ഷണമില്ല. എവിടെ കിട്ടും? ഏത് തരത്തിലുള്ള ഭക്ഷണം വേണേലും വാങ്ങിക്കൊടുക്കുവാൻ നാം തയ്യാറാണ്. അവർക്ക് ആഹാരം, അവർക്ക് വസ്ത്രം, അവർക്ക് വേണ്ടതെല്ലാം നാം കൊടുക്കാൻ തയ്യാറാണ്. അവരുടെ ബൗദ്ധികമായ വളർച്ചയ്ക്ക്, ഏത് ഉന്നത നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഏത് വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് പോലും നമ്മുടെ മക്കളെ വിട്ട് വളർത്തി പഠിപ്പിക്കുവാൻ നാം തയ്യാറാണ്. എന്നാൽ പലപ്പോഴും പല മാതാപിതാക്കളും പരാജയപ്പെട്ടു പോകുന്ന രണ്ട് സ്ഥാനങ്ങളാണ്. ഒന്ന് അവരുടെ മാനസികമായ വളർച്ച, മറ്റൊന്ന് അവരുടെ ആത്മീകമായ വളർച്ച. ഒരു കുഞ്ഞിനെ ഏതെല്ലാം രീതിയിൽ അവനെ പഠിപ്പിച്ച് അവനെ ആറക്കമുള്ള ശമ്പളം മേടിക്കുന്ന വ്യക്തിയാക്കി തീർത്താലും നീ അവനെ ഒരു നല്ല മനുഷ്യനാക്കി തീർത്തില്ലെങ്കിൽ, പ്രിയമുള്ളവരെ, എന്ത് നമ്മുടെ ജീവിതത്തിലെ പ്രയോജനം? ഇന്ന് എല്ലാ കുഞ്ഞുങ്ങളും, ഇന്ന് നമുക്കറിയാം, പല കുഞ്ഞുങ്ങളും വളർന്നു വരുന്നവരെ ഏതൊക്കെ പുസ്തകപ്പുഴുക്കളായിട്ട് തന്നെ വളർന്നു വരുന്നവർ, എന്നാൽ സമൂഹത്തിൽ ഉണ്ടാവുന്ന അവരുടെ ജീവിതത്തിലേക്ക് നേരിടുന്ന പ്രതികൂല സാഹചര്യങ്ങളെ, പ്രയാസങ്ങളെ, പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുവാൻ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് എന്താണ് വഴിയെന്ന് അറിയാതെ പോകുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രശ്നം നേരിടുമ്പോൾ ഒന്നിൽ അത് പുറത്തേക്ക് വരുന്ന വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോൾ പോലും അതിനെ നമ്മൾ എന്ത് ചെയ്യും? ആരുമറിയാതെ അത് ഉള്ളിലേക്ക് ഒതുക്കുന്ന ഒരു അനുഭവത്തിലേക്ക് എത്തിച്ചേരും. പ്രിയമുള്ളവരെ, മുട്ടിന്മേൽ നിന്ന് അങ്ങനെയുള്ള പ്രതികൂല സാഹചര്യത്തിൽ നാം വീണുപോകാതെ, നമ്മുടെ മക്കളുടെ മനസ്സ് ഇടറിപ്പോകാതെ, പതറിപ്പോകാതെ, കരുതേണ്ടവർ കരുതാനും സ്നേഹിക്കേണ്ടവർ സ്നേഹിക്കുവാനും വാത്സല്യത്താൽ തലോടുവാനുള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ടോ? കൊല്ലം ഭദ്രാസനാധിപനായിരുന്ന അഭിമന്യ സക്കറിയമാർ അന്തോണിയോസ് തിരുമേനി ഒരിക്കൽ ഒരു കഥ പഠിപ്പിച്ചു. നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. തിരുമേനി ഏത് ദേവാലയത്തിൽ കടന്നു എന്നാലും ആ കഥ പറയാറുണ്ട്. ഒരിക്കൽ ഒരു രാജാവിന് മക്കളില്ലായിരുന്നു. കേട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, എങ്കിലും
ഞാനൊന്ന് ഓർമ്മിപ്പിച്ചോട്ടാണ്. ഒരിക്കൽ ഒരു രാജാവിന് മക്കളില്ലായിരുന്നു. രാജാവ് വർഷങ്ങളോളം മക്കളുണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിച്ചു, പൂജകൾ നടത്തി, തന്ത്രവും മന്ത്രവും ഒക്കെ നടത്തി. എങ്ങനെയായിട്ടും രാജാവിന് മക്കളില്ല. അങ്ങനെ എടുത്തപ്പോൾ രാജസന്നിധിയിൽ കടന്നു വന്ന് രാജാവിന്റെ മന്ത്രവാദികൾ പറഞ്ഞു, രാജാവേ, ഇനി ഒരു മാർഗമേ ഉള്ളൂ, അങ്ങയ്ക്ക് മക്കളുണ്ടാവും. 12 വയസ്സുള്ള ഒരു ബാലനെ അങ്ങ് ബലി കൊടുത്താൽ അങ്ങയ്ക്ക് മക്കളുണ്ടാവുമെന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കി, 12 വയസ്സുള്ള ഒരു ആൺകുഞ്ഞിനെ ബലി കൊടുത്താൽ രാജാവിന് മക്കളുണ്ടാവും. രാജാവ് ആദ്യം ഒന്ന് വിഷമിച്ചു. എന്നിട്ട് രാജാവ് ചിന്തിച്ചു, എനിക്ക് മക്കളുണ്ടാവണ്ടല്ലേ ആവശ്യം, എന്റെ തലമുറ വരേണ്ടതല്ലേ ആവശ്യം. രാജാവ് വിളംബരം പുറപ്പെടുവിച്ചു. രാജ്യത്ത് മൊത്തം വിളംബരം പോയി. 12 വയസ്സുള്ള ഒരു ആൺകുഞ്ഞിനെ യാഗം കഴിക്കാൻ തരുന്നവർക്ക് ആവശ്യമായ സ്വർണ്ണ നാണയങ്ങളും രാജ്യത്തിന്റെ പകുതിയോ എന്തു വേണേലും തരാമെന്ന് രാജാവ് വിളംബരം പുറപ്പെടുവിച്ചു. നാളുകളായി ആരും മക്കളെ ഒന്നും കൊണ്ടുവന്നില്ല, ഇനി ആരും കൊണ്ടുവരത്തില്ലായിരിക്കും. രാജാവ് വളരെ ദുഃഖിതനായി. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു മനുഷ്യൻ തന്റെ 12 വയസ്സുള്ള ആൺകുഞ്ഞിനെയും കയ്യിൽ പിടിച്ചുകൊണ്ട് രാജകൊട്ടാരത്തിലേക്ക് നേരിട്ട് കടന്നു വരികയാണ്. വളരെ നിശബ്ദനായിരിക്കുന്ന, നിസ്സംഗനായിരിക്കുന്ന പൈതൽ, അവനൊന്നും അറിയത്തില്ല. നമുക്കറിയാം, മോറിയ മലയിലേക്ക് ഈ അബ്രഹാം പിതാവ് തന്റെ 12 വയസ്സുള്ള ഇസഹാക്കുമായിട്ട് കടന്നു പോകുമ്പോൾ അവൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അപ്പാ, വിറകും തീയുമുണ്ട്, യാഗത്തിനുള്ള മൃഗം എവിടെ? അപ്പാ, വിറകും തീയുമുണ്ട്, യാഗത്തിനുള്ള മൃഗം എവിടെയാണ്? അബ്രഹാം പിതാവ് തന്റെ വേദന ഉള്ളിൽ ഒതുക്കിക്കൊണ്ടാണേലും മകൻ പുറത്ത് കാണാതിരിക്കാനാണേലും അവനോട് പറയുന്നുണ്ട്, മകനെ ദൈവം കരുതിക്കൊള്ളും. ഈ മകനെ ചോദിച്ചു കാണും, അപ്പാ, നിങ്ങൾ എന്നെ എവിടേക്ക് കൊണ്ടുപോകുന്നു എന്ന് ചോദിച്ചു കാണും. 12 വയസ്സുള്ള മകൻ തന്റെ പിതാവിന്റെ കൈയും പിടിച്ച് ആ കൊട്ടാരത്തിലേക്ക് കടന്നു വരുവാണ്. രാജകൊട്ടാരത്തിൽ രാജാവിന്റെ സന്നിധിയിൽ മകനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, അല്ലയോ രാജാവേ, അങ്ങേക്ക് യാഗം കഴിക്കാനുള്ള മകൻ വേണ്ടേ? ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. നിങ്ങൾ എനിക്ക് തരാമെന്ന് പറഞ്ഞ സ്വർണ്ണ നാണയങ്ങളും രാജ്യത്തിന്റെ പകുതിയും എവിടെ? അതെനിക്ക് തരുക, ഞാൻ പോകട്ടെ. രാജാവ് യാതൊരു മടിയും കൂടാതെ സ്വർണ്ണ നാണയങ്ങളും അനവധി സമ്മാനങ്ങളും രാജ്യത്തിന്റെ പകുതിയെങ്കിൽ അതും എല്ലാം ആ മനുഷ്യന് കൊടുത്ത് വളരെ സന്തോഷപൂർവ്വം, പ്രിയമുള്ളവരെ, ആ പിതാവ് ആ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഈ ചെറുമകൻ ആ കൊട്ടാരത്തിൽ വസിക്കുകയാണ്. യാതൊരു ഭാവഭേദവും അവന്റെ മുമ്പിലില്ല, യാതൊരു സന്തോഷവും അവനില്ല, യാതൊരു സങ്കടവും ഇല്ല. എല്ലാ ഒരു ഉള്ളിലൊതുക്കി കഴിയുന്ന 12 വയസ്സ്. ഇന്നത്തെ 12 വയസ്സുകാരൻ എങ്ങനെയായിരിക്കും? പ്രിയമുള്ളവരെ, നിങ്ങൾ ചിന്തിക്കുക. ഇന്ന് 12 വയസ്സുള്ള ഒരു കുഞ്ഞിനെയാണ് അവന്റെ പിതാവ് ഇങ്ങനെ യാഗം കഴിക്കാനായിട്ട് രാജകൊട്ടാരത്തിലേക്ക് കൊടുക്കുവാൻ കൊണ്ടുപോകുന്നതെങ്കിൽ അവന്റെ പ്രതികരണം എങ്ങനെയെന്ന് മാതാപിതാക്കളാകുന്ന നമ്മൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ആ കുഞ്ഞനങ്ങിയില്ല. അവനെ യാഗം കഴിക്കേണ്ടതായ സമയം വന്നു. യാഗപീഠമൊക്കെ ഒരുക്കി അവനെ ആ യാഗപീഠത്തിന്റെ മുമ്പിൽ ഇരുത്തി. യാഗപീഠം ഒരുക്കി അബ്രഹാം പിതാവ് തന്റെ മകനെ ബലിപീഠത്തിന്മേൽ കിടത്തി. അല്ലേ? അബ്രഹാം പിതാവ് തന്റെ മകനെ ബലിപീഠത്തിന്മേൽ കിടത്തി. ഈ 100-ാം വയസ്സിലും അബ്രഹാമിന് ഒരു പ്രത്യാശയുണ്ടായിരുന്നു. എന്തായിരുന്നു അബ്രഹാമിന്റെ പ്രത്യാശ? അബ്രഹാമിനോട് ദൈവം അരുളി ചെയ്യുന്നു, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽത്തിരികൾ പോലെയും ഞാൻ നിനക്ക് നിന്നെ സന്താന പുഷ്ടിയുള്ളവനാക്കുമെന്ന്. ഒരേ ഒരു മകനേ ഉള്ളൂ. അവനെ കൊണ്ട് യാഗം കഴിക്കാൻ പോവുകയാണ്. സങ്കടം ഉള്ളിൽ ഒതുക്കിക്കൊണ്ടെന്നേലും അവന് പ്രതീക്ഷയുണ്ടായിരുന്നു. അവന്റെ ജീവിതത്തിൽ ഒരു പ്രത്യാശ ഉണ്ടായിരുന്നു. അബ്രഹാം പിതാവ് കടന്നു ചെല്ലുന്ന സ്ഥാനത്തല്ല, ദൈവത്തിന് യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ചിട്ടേ പോകത്തുള്ളായിരുന്നു. ഇത്രയും വിധേയത്വമുള്ള, ഇത്രയും അനുസരണമുള്ള ദൈവത്തെ അടിയുറച്ച് വിശ്വസിച്ച് അബ്രഹാം പിതാവ്. എന്നാൽ ഈ പൈതലും യാഗപീഠത്തിന്റെ മുമ്പിൽ ഇരിക്കുകയാണ്. അവന് വേണ്ടി യാഗപൂജകളൊക്കെ നടക്കുന്നു. രാജാവും മന്ത്രവാദികളും പൂജാരികളും ഒക്കെ ഒരു വശത്തിരിക്കുന്നു. യാഗം കഴിക്കാനുള്ള പൈതല് അവൻ എതിർ സൈഡിലിരിക്കുന്നു. രാജാവ് നോക്കുമ്പോൾ ഈ കുഞ്ഞൻ തറയിൽ 4 വര വരയ്ക്കും. ഈ പൈതല് തറയിൽ 4 വര വരയ്ക്കും. എന്നിട്ട് ആദ്യത്തെ 3 വരയും തൂത്തുകളയും. 4-ാമത്തെ വര തൂക്കത്തില്ല. വീണ്ടും അവൻ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും ഈ 4 വര വരയ്ക്കും. കുറെ നേരം വീക്ഷിച്ച് രാജാവിന് തോന്നി, ഈ കുഞ്ഞ് എന്താണ് കഴിക്കുന്നത്? രാജാവ് മകനോട് ചോദിച്ചു, അല്ലയോ മകനെ, നീ 4 വര ഈ താഴെ വരയ്ക്കുന്നുണ്ട്, അതിൽ 3 വരയും നീ തൂത്തുകളയുന്നു, 4-ാമത്തെ വര തൂത്തുകളയുന്നില്ല, എന്താണ്? അതേ രാജാവേ. അവിടെയാണ് ആ കുഞ്ഞ് സംസാരിക്കുന്നത്. അതേ രാജാവേ, ഞാൻ 3 വര തൂത്തുകളയും, ഞാൻ 4-ാമത്തെ വര ഞാൻ തൂക്കാനുള്ള സമയം ആയിട്ടില്ല. ശരി, അവൻ പറഞ്ഞു, 1-ാമത്തെ വര എന്റെ പിതാവിന്റെ കരുതൽ. എന്റെ പിതാവ് എന്നെ ഈ രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ
എന്റെ പിതാവിനെ എന്നോടുള്ള കരുതൽ അവസാനിച്ചു. അതുകൊണ്ടാണ് ഞാൻ എന്റെ ഒന്നാമത്തെ വര തൂർത്ത് കളയുന്നത്. രണ്ടാമത്തെ വര എന്റെ അമ്മയുടെ വാത്സല്യം. എന്റെ അമ്മയുടെ വാത്സല്യം എനിക്ക് നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾക്കറിയാം ഒരമ്മയെ കുറിച്ച്. തന്റെ മകന് വേണ്ടി കണ്ണുനീരിൽ കൊടുന്ന പട്ടുകുപ്പായ നെയ്ത് എല്ലാ വർഷവും വർഷാന്തരയാഗത്തിന് ശീലോവിലേക്ക് ചെല്ലുമ്പോൾ തന്റെ മകനെ സമ്മാനിച്ച ഒരു അമ്മയെ നമുക്കറിയാം. മക്കളില്ലാതെ കരഞ്ഞൊരമ്മ ശീലോവിലെ ദേവാലയത്തിൽ കടന്നിയെന്ന് പെരുവെറുപ്പോടുകൂടി ഉള്ളിൽ കരഞ്ഞ ഒരു അമ്മയുണ്ട്. ഏലി പുരോഹിതന്മാർ, 1 ശമൂവേലിന്റെ പുസ്തകം 1 അധ്യായം 2 അധ്യായം വായിച്ച് നമുക്ക് മനസ്സിലാക്കി. ഏലി പുരോഹിതന്റെ മുമ്പിൽ ഏലി പുരോഹിതൻ വന്ന് നോക്കുമ്പോൾ അവളുടെ ചുണ്ടുകൾ മാത്രം, നീ എന്താണ് ലഹരിയില പിടിച്ചോ എന്ന് ചോദിക്കുന്നു. അല്ലയോ യജമാനനെ, അല്ല, ഞാൻ എന്റെ ഹൃദയത്തെ എന്റെ ദൈവസന്നിധിയിൽ പകരുകയാണ്. ഞാൻ എന്റെ ഹൃദയത്തെ, പ്രിയമുള്ളവരെ, നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകരണം. അത് രാക്കാലങ്ങളിലും യാമാരംഭത്തിലും ദൈവസന്നിധി തങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി നിലവിളിക്കുന്ന അനുഭവം എല്ലാവർക്കും ഉണ്ടായിരിക്കണം. എന്റെ മാതാവിന്റെ വാത്സല്യം ഇന്ന് എനിക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് രണ്ടാമത്തെ വര തൂച്ചത്. ശരി, നീ മൂന്നാമത്തെ വര തൂച്ചു. അതെന്റെ രാജാവിന്റെ നീതി എനിക്കിന്ന് നഷ്ടപ്പെട്ടു. രാജാവിന്റെ നീതി എനിക്ക് നഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഞാനിന്ന് ഇവിടെ ഇരിക്കത്തില്ലായിരുന്നു. എന്നെ നീതിയോടെ നോക്കേണ്ടതായ, പ്രജകളെ നീതിയോടെ ഭരിക്കേണ്ട രാജാവ് ഈ 12 വയസ്സുള്ള എന്റെ മേൽ എന്റെ രാജാവിന്റെ നീതി നഷ്ടപ്പെട്ടു. അതാണ് 3 വരെ ഞാൻ തുടച്ചു കളഞ്ഞ്. 4ാമത്തെ വര ഞാൻ തുടയ്ക്കാൻ സമയമായില്ല. 4ാമത്തെ വര എന്നെ ആഴമായി അഗാധമായി എന്നെ ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്ന, എന്നും എന്റെ കൂടെ കാണുന്ന എന്റെ യേശുനാഥനെ സൂചിപ്പിക്കുന്ന വരെയാണ്. രാജാവിന് വളരെയധികം സങ്കടം തോന്നി. രാജാവ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചിട്ട് പറഞ്ഞു, മകനെ, നീ ഇന്ന് എന്റെ ജീവിതത്തിന് മാറ്റമുണ്ടാക്കി. ഞാൻ ചിന്തിക്കാതെ പോയി. 12 വയസ്സുള്ള നിന്നെ എനിക്ക് കിട്ടിയപ്പോൾ എന്റെ അത്യാഗ്രഹം മുഴുവൻ നിന്നെ യാഗം കഴിച്ചിട്ട് എനിക്കൊരു മകനുണ്ടാകണമെന്ന് ആഗ്രഹിച്ചു. എന്റെ മകനെ, നീയാണ് ഇന്നു മുതൽ എന്റെ മകൻ. നീയാണ് ഇന്നു മുതൽ എന്റെ മകൻ. നീയാണ് എന്റെ സർവസ്വവും. നിന്റെ പിതാവിന്റെ കരുതലും നിന്റെ മാതാവിന്റെ വാത്സല്യം നഷ്ടപ്പെട്ട് രാജാവാകുന്ന എന്റെ നീതിയും നഷ്ടപ്പെട്ടുവെങ്കിൽ, പിതാവായ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് തന്ന് സ്നേഹിച്ചതുപോലെ ഞാൻ നിന്നെ ആഴമായി സ്നേഹിച്ചോളാം. ആ ആഴമായ സ്നേഹത്തിന്റെ കീഴിൽ നിന്നതുകൊണ്ടാണ് രാജാവ് മകനെ നഷ്ടപ്പെട്ടു. ഇതേ ഞാൻ നിങ്ങളോട് പറഞ്ഞു, പിതാവിന്റെ കരുതലും മാതാവിന്റെ വാത്സല്യവും നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. അങ്ങനെയുള്ള ഒരു തലമുറയായി തരില്ലേ. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 3-4 വാക്യം വായിച്ചാൽ, 4-5 വാക്യം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇയ്യോബ് തന്റെ മക്കളുടെ എണ്ണത്തിനൊത്തവണ്ണം ഏത് വിരുന്ന് കഴിച്ചാലും അതിനുശേഷം ഇയ്യോബ് തന്റെ മക്കളുടെ എണ്ണത്തിനൊത്തവണ്ണം ദൈവസന്നിധിയിൽ ഹോമയാഗം കഴിച്ചു. എത്ര പിതാക്കന്മാർ, എത്ര മാതാക്കൾ തങ്ങളുടെ മക്കളുടെ തലമുറയുടെ നന്മയ്ക്ക് വേണ്ടി കണ്ണുനീരോടുകൂടി ദൈവസന്നിധിയിൽ ഇരിക്കുന്ന അനുഭവം എന്റെ നിങ്ങളുടെ ഉള്ളതിന്. ഇയ്യോബിനെ പോലെ ഇയ്യോബ് പറഞ്ഞു, ഇതുവരെയും എന്തെല്ലാം കഷ്ടങ്ങളും അനർത്ഥങ്ങളും അവന്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടും താൻ മരിച്ചു പോകുന്ന നിമിഷത്തിൽ എത്തിച്ചേർന്നിട്ട് പോലും തന്റെ അധരങ്ങളിൽ നിന്ന് എതിരായ ഒരു വാക്ക് പോലും വന്നില്ല. അധര നിമിത്തം ഒരു പാപം പോലും യോബ് ആ സമയത്തും ചെയ്തില്ല. യോബ് പറയുന്നുണ്ട്, ഇതുവരെ എന്റെ ദൈവമേ, നിന്നെ കുറിച്ചൊരു കേട്ടുകേഴ്വി മാത്രമേ എനിക്കുള്ളായിരുന്നു. ഇപ്പോഴോ ഞാൻ എന്റെ സ്വന്തം കണ്ണാൽ നിന്നെ കണ്ടിരിക്കുന്നു. അതെ, ഞാനും നിങ്ങളും പറയണം, എന്റെ യേശുനാഥ, എന്റെ ദൈവമേ, ഇതുവരെ നിന്നെ കുറിച്ചൊരു കേട്ടുകേഴ്വി മാത്രമേ എനിക്കുള്ളായിരുന്നു. ഇന്ന് എന്റെ ജീവിതത്തിന് ഞാൻ ആയ സ്ഥാനത്തുനിന്ന് ആകേണ്ട സ്ഥാനത്തേക്ക് ആകുവാനുള്ളൊരു മാറ്റം എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ ഇച്ഛിക്കുന്നത് എന്തും നേടുവാൻ എനിക്ക് കഴിയും. ആ ആഴമായ സ്നേഹത്തിൽ, ആ ആഴമായ വിശ്വാസം എന്റെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുമ്പോൾ അതിനെ സന്തോഷപൂർവ്വം കൈക്കൊട്ടാൽ ആ വിശ്വാസത്തിൽ ദൈവം തമ്പുരാൻ എന്നെ നിങ്ങളെ നടത്തും. ആത്മീയതയ്ക്ക് 2 തലം കൊണ്ടെന്ന് പറയാം. ആഴത്തിലുള്ള വിശ്വാസവും ആഴമായ പ്രാർത്ഥനയും. ഇത് രണ്ടും എന്നെ നിങ്ങളെ നടത്തിയെങ്കിൽ മാത്രമേ ആത്മീയത യഥാർത്ഥ ആത്മീയതയായി തീരത്തുള്ളൂ. ഇന്ന് ഭക്തി കൂടി ഭക്തർ കുറഞ്ഞു പോയിരിക്കുന്ന അവസ്ഥയാണ്. ഇന്ന് അറിവ് കൂടി തിരിച്ചറിവ് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്, അല്ലെ? ഇന്ന് പല സ്നേഹമുണ്ട്, പലയിടത്തും സ്നേഹം കൂടിയിട്ടുണ്ട്, പക്ഷേ സഹോദര സ്നേഹം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഏതെല്ലാം തരത്തിലുള്ള സ്നേഹമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, അല്ലെ? ഞാൻ ഈ അടുത്തിടയ്ക്ക് നമ്മുടെ ബോബി ജോസ് അച്ഛന്റെ ഒരു പുസ്തകത്തിലെ ഒരു ഭാഗം വായിച്ചപ്പം കിട്ടിയതാണ്.
ഒരു ചെറുപ്പക്കാരനായ മനുഷ്യൻ ഒരു കടയിൽ ചെന്നിട്ട് പറഞ്ഞു, നല്ല കളറുള്ള ഒരു ഡ്രസ്സ് എനിക്ക് തരണം, എന്റെ ലവറിന് കൊടുക്കാൻ, എന്റെ പ്രണയിനിക്ക് കൊടുക്കാനാന്ന് പറഞ്ഞു. ആ കടക്കാരൻ നല്ല വർണ്ണങ്ങളും കളറുമുള്ള ഒരു ഡ്രസ്സ് കൊടുത്തു വിട്ടു. ആ കൊടുത്തു വിട്ടിട്ട് പിറ്റേന്ന് ആ മനുഷ്യൻ തിരിച്ചിട്ട് കടയിൽ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, കടക്കാരനോട് പറഞ്ഞു, ഈ വർണ്ണങ്ങളുള്ള ഡ്രസ്സ് വേണ്ട, ഇച്ചിരി ലൈറ്റ് ആയിട്ടുള്ള അതാണ് അവൾക്ക് ഇഷ്ടം, ലൈറ്റ് കളറായിട്ടുള്ള ഡ്രസ്സ് തരാൻ പറഞ്ഞു. ശരി, അത് അയാൾ കൊടുത്തു വിട്ടു. കുറച്ചു നാൾ കഴിഞ്ഞിട്ട് ഈ ചെറുപ്പക്കാരൻ വീണ്ടും വന്നിട്ട് ഈ കടക്കാരനോട് പറഞ്ഞു, എനിക്ക് ആ വർണ്ണങ്ങളുള്ള ആ കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സ് തരാമോ എന്ന് ചോദിച്ചു. അപ്പൊ കടക്കാരൻ എന്തോ ചോദിച്ചു കാണും, എന്തോ മനസ്സിലായി, കടക്കാരൻ എന്തോ ചോദിച്ചു കാണും ആ മനുഷ്യനോട്. ആദ്യം ഈ ചെറുപ്പക്കാരൻ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് നല്ല കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സ് തരുക, എന്റെ പ്രണയിനിക്ക് കൊടുക്കാനാന്ന് പറഞ്ഞു. അവൻ ആ ഡ്രസ്സ് മേടിച്ചുകൊണ്ട് പോയി. പിറ്റേന്ന് അവൻ ആ ഡ്രസ്സുമായിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഈ കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സ് വേണ്ട, വളരെ കളറൊക്കെ കുറഞ്ഞ വല്ല ഓഫ് വൈറ്റോ അല്ലെങ്കിൽ വല്ല പിങ്കോ, അങ്ങനെ വളരെ ലൈറ്റ് കളറായിട്ടുള്ള ഡ്രസ്സ് മതി എന്ന് പറഞ്ഞു. അത് അയാൾ കൊടുത്തു വിട്ടു. അതും കൊണ്ടുപോയി. കുറച്ചു നാൾ കഴിഞ്ഞിട്ട് ഈ ചെറുപ്പക്കാരൻ വീണ്ടും ഈ കടയിൽ വന്നിട്ട് ആ കടക്കാരനോട് പറഞ്ഞു, എനിക്ക് ആ നേരത്തെ കാണിച്ച കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സ് തരാമോ എന്ന് ചോദിച്ചു. അപ്പൊ ആ കടക്കാരൻ എന്തോ ചോദിച്ചു കാണും, അല്ലേ, എന്തും ചോദിക്കാം. കടക്കാരൻ എന്തോ ചോദിച്ചാണ്, നിങ്ങളുടെ മനസ്സിൽ എന്താ വന്നേ? കടക്കാരൻ ചോദിച്ചു, നിങ്ങളുടെ പ്രണയിനിയുടെ അഭിരുചി മാറിയോ എന്ന് ചോദിച്ചു. നിങ്ങളുടെ പ്രണയിനിയുടെ ഇഷ്ടം മാറിയോ, കളർ ഡ്രസ്സൊക്കെ ഉപയോഗിച്ചു തുടങ്ങിയെന്ന് ചോദിച്ചു. അന്നേരം ഈ ചെറുപ്പക്കാരൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്. ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ അവളെ തന്നെ അങ്ങ് മാറി. മനസ്സിലായല്ലോ, ഇതാണ് ഇന്നത്തെ പ്രണയം. ഇങ്ങനെയാണ്, ഞാൻ അവളെ അങ്ങ് മാറി. ഇപ്പൊ എനിക്ക് കളർഫുൾ ഡ്രസ്സ് ധരിക്കുന്നവളാണ് ഇപ്പൊ എന്റെ പ്രണയിനി. ഇന്നത്തെ പ്രണയം, ഇന്നത്തെ സ്നേഹം ഈ രീതിയിലാണ് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടില്ലേ? പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞത് ഇതേ ആയിരുന്നു. യേശു തമ്പുരാൻ ഇന്ന് രാത്രി എന്നോടും നിങ്ങളോടും ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു, അത് ഞാൻ നിനക്ക് ചെയ്തു തരാം. ഇന്ന് രാത്രി നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട ഭാഗമാണ്, ഞാൻ ഇന്ന് എന്ത് നിനക്ക് ചെയ്തു തരണമെന്ന് ഞാനല്ല ചോദിച്ചേ, യേശു തമ്പുരാൻ എന്നോടും നിങ്ങളോടും ചോദിക്കുന്നു. ആഴമായ വിശ്വാസവും പൂർണ്ണമായ സമർപ്പണവും അടിയുറച്ച വിശ്വാസവും അടിയുറച്ച ആശ്രയവും എന്റെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവം തമ്പുരാൻ ഇത് നടത്തിത്തരാൻ മതിയാവനാണ്. സങ്കീർത്തനം 37 അധ്യായം 3, 4, 5 വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അവനിൽ തന്നെ ആശ്രയിക്കുക, നിന്റെ ആഗ്രഹങ്ങളിൽ അവനിൽ സമർപ്പിക്കുക, അവനത് നിവർത്തിച്ചു തരും, അവനത് സാധിച്ചു തരുമെന്നുള്ളതാണ്. ഈ വേദഭാഗവുമായി ബന്ധപ്പെട്ട് ഒരു 3 വേദഭാഗം കൂടെ നിങ്ങളുടെ ഉള്ളിലേക്ക് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. കൂടുതലും അതിലേക്ക് ഞാൻ കടക്കുന്നില്ല, എങ്കിലും നമ്മൾ അറിയേണ്ട ഭാഗങ്ങളാണ്. ഒന്നാമത്തെ വേദഭാഗം 2 രാജാക്കന്മാർ 2-ാം അധ്യായം 9-ാം വാക്യം. 2 രാജാക്കന്മാർ 2-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. BC 586 കാലഘട്ടത്തിൽ എഴുതിയ രാജാക്കന്മാരുടെ പുസ്തകം. ഈ രാജാക്കന്മാരുടെ പുസ്തകം രാജാക്കന്മാരുടെ കഥയെക്കുറിച്ചോ അവരെക്കുറിച്ചോ വിശേഷിപ്പിക്കാൻ അല്ല, ദൈവവുമായി ഉടമ്പടി ചെയ്ത ഒരു ജനതയ്ക്ക് വന്ന ദുരന്തത്തിന്റെ ആധികാരികമായ കാര്യമാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ 1 മുതൽ 13 വരെയുള്ള അധ്യായം, നമുക്ക് വേണ്ട 2-ാം അധ്യായം 9-ാം വാക്യം. 1 മുതൽ 13 വരെയുള്ള അധ്യായം പ്രവാചകന്മാരുടെ പ്രസക്തിയെക്കുറിച്ചും ഏലിയാവിൽ നിന്ന് ഏലീശയിലേക്കുള്ള ആ പ്രവാചക ദൗത്യത്തിന്റെ മാറ്റം, തുടർന്ന് ഏലീശയുടെ പ്രവർത്തന രീതികളൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2-ാം അധ്യായം 9-ാം വാക്യം ഇതാണ്. നമ്മളെ ആഴമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു വാക്യമാണ്. ഇതാണ് വാക്യം. ഏലീശയുടെ ഞാൻ നിങ്കിൽ നിന്ന് എടുത്തു കൊള്ളപ്പെടുമ്പോൾ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഞാൻ നിങ്കിൽ നിന്ന് എടുത്തു കൊള്ളപ്പെടുമ്പോൾ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? എലീശ പറയുന്നുണ്ട്, നിന്റെ ആത്മാവിന്റെ ഇരട്ടി എനിക്ക് വേണം, നിന്റെ ആത്മാവിന്റെ ഇരട്ടി എനിക്ക് തരണമെന്ന് പറയും. അപ്പൊ ഏലിയ പറയുന്നുണ്ട്, അത് ഇച്ചിരി പ്രയാസമുള്ള കാര്യം. എന്തുകൊണ്ടാണ് ഏലിയാവ് അത് പ്രയാസമുള്ളതാണെന്ന് പറഞ്ഞതെന്ന് ഇന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. അതിച്ചിരി പ്രയാസമുള്ള കാര്യം ഏലിയാവ് പറയുന്നു. പക്ഷെ ഏലിയാവ് ഒരു മറുപടിയോട് പറയുന്നുണ്ട്, ഞാൻ നിങ്കിൽ നിന്ന് എടുത്തു കൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്ക് അങ്ങനെ സംഭവിക്കട്ടെ. ഞാൻ നിങ്കിൽ നിന്ന് എടുത്തു കൊള്ളപ്പെടുമ്പോൾ
നീ എന്നെ കാണുന്നുവെങ്കിൽ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പറയുന്നു. ഈ പശ്ചാത്തലവും നിങ്ങൾക്കറിയാം. ഏലിയാവിനെ ദൈവം സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെടുവാൻ തീരുമാനിച്ചപ്പോൾ ഏലിയാവ് ഏലീശയും കൂടെ എവിടെ നിന്ന് പുറപ്പെടുവാണ്? ഗിൽഗാലിൽ നിന്ന് പുറപ്പെടാൻ തുടങ്ങുകയാണ്. അന്നേരം ഏലിയാവ് ഏലീശയോട് പറയുന്നുണ്ട്, നീ ഇവിടെ നിന്നോ, ഞാനങ്ങ് ഗിൽഗാലിന് പോവാണ്. വേണ്ട വേണ്ട വേണ്ട, നീ അങ്ങനെ പോലെ, എന്റെ ജീവനാണോ, ഞാൻ നിന്നെ വിടത്തില്ല എന്ന് പറയും. രണ്ടുപേരുടെ ഗിൽഗാലിൽ നിന്ന് ബഥേലിലേക്ക് പുറപ്പെട്ടു. ബഥേലിൽ ചെന്നപ്പോഴും ഏലിയാവ് എലീശയോട് പറയുകയാണ്, നീ ഇനി ഇവിടെ താമസിച്ചോ, ഞാൻ പോട്ടെ, എന്റെ ദൈവം എന്നെ കൊണ്ട്. വേണ്ട വേണ്ട വേണ്ട, ഞാൻ നിന്നെ വിടത്തില്ല, എന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടത്തില്ല. വീണ്ടും പോകുന്നു രണ്ടുപേരൂടെ. അത് കഴിഞ്ഞ് അവർ ബഥേലും കഴിഞ്ഞിട്ട് അവർ എരിഹോവിലെത്തി. ഇതേ സംഭാഷണം തന്നെ ഏലിയാവ് എലീശയോട് പറയും. എരിഹോയും കഴിഞ്ഞ് രണ്ടുപേരും കൂടെ യോർദാൻ അക്കരെ കടന്നു. ഏലിയാവ് നമുക്കറിയാം യോർദാനെ രണ്ടാക്കി തെരിച്ചു. ഏലിയാവിന്റെ പതിപ്പടിച്ച് രണ്ടാക്കി തെറിച്ച് രണ്ടുപേരും യോർദാൻ അക്കരെ കടക്കുന്നു. അവിടെ ചെന്നപ്പോഴും ഏലിയാവ് പറയുന്നുണ്ട്, ഇനിയും നീ എന്റെ അടുത്തുനിന്ന് ഇവിടെ താമസിച്ചോ, ഞാൻ പൊക്കോട്ടെ. അപ്പോഴും അവൻ പറഞ്ഞു, എന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടത്തില്ല. ആ സമയത്താണ് യോർദാന്റെ അക്കരെ എത്തിയപ്പോഴാണ് ഏലിയാവ് എലീശയോട് ചോദിക്കുന്നത്, ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടുമ്പോൾ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? പ്രിയമുള്ളവരെ, ഈ രാത്രിയിൽ നിങ്ങൾ ആലോചിക്കുക. ഏലീശ പറയുന്നുണ്ട്, നിന്റെ ആത്മാവിന്റെ ഇരട്ടി എനിക്ക് വേണമെന്ന് പറയും. അത് എനിക്ക് പ്രയാസമുള്ള കാര്യമാണ്. ഞാൻ നിന്നിൽ നിന്ന് എടുക്കപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ അങ്ങനെ സംഭവിക്കട്ടെ. കാണുന്നില്ല, നമുക്കറിയാം. അഗ്നിരഥങ്ങളും അഗ്നാശ്വങ്ങളും കടന്നു വന്ന് അവരെ തമ്മിൽ വേർപിരിച്ച് ഏലിയാവിനെ കൊണ്ടുപോകുന്ന ഒരു അനുഭവം നമുക്കറിയാം. എന്തുകൊണ്ടാണ് ഏലിയാവ് പറഞ്ഞത്, എന്റെ ആത്മാവിന്റെ ഇരട്ടി നിനക്ക് തരാൻ ഒക്കത്തില്ലെന്ന്? പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്തെ നമുക്ക് തരണമെങ്കിൽ, പരിശുദ്ധാത്മാവിനെ നമുക്ക് തരണമെങ്കിൽ അത് ദൈവം തമ്പുരാനാ തരണ്ടേ. യേശു തമ്പുരാനാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ തരണ്ടേ, അല്ലേ? യേശു തമ്പുരാനെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തരാനൊക്കത്തുള്ളൂ. മാളികമുകളിൽ ശിഷ്യന്മാർ ഒത്തൊരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. അഗ്നിരാവിന്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് അവരിലേക്ക് ഇറങ്ങി വന്ന് അവരെ പരിശുദ്ധാത്മാവാൽ നിറച്ചു. ദൈവത്തിന് മാത്രമേ പരിശുദ്ധാത്മാവിനെ നമുക്ക് തരാനൊക്കത്തുള്ളൂ. ഏലിയാവിന് തരാനൊക്കത്തില്ല, മറ്റൊരു വ്യക്തിക്ക് തരാനൊക്കത്തില്ല. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ നമുക്ക് വിശുദ്ധ മാമോദീസയിൽ കൂടെ കിട്ടിയ പരിശുദ്ധാത്മാവിനെ അത് ഊതിക്കെടുക്കിയിരിക്കുകയാണെങ്കിൽ അതിനെ ഊതി കനലുള്ളതാക്കി ആ പരിശുദ്ധാത്മാവിനെ പ്രോജ്വലിപ്പിക്കാൻ എനിക്ക് നിങ്ങൾക്കും ഇന്ന് കഴിയണം. അതാണ് ഏലിയാവ് പറഞ്ഞത്, എനിക്ക് തരാൻ സാധ്യമല്ല, എനിക്ക് പ്രയാസമാണ്. പരിശുദ്ധാത്മാവിനെ നമുക്ക് തരേണ്ടത് യേശു തമ്പുരാനാണ്. ഇന്ന് രാത്രി നിങ്ങൾ ചോദിക്കണം, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം നീ ഇച്ഛിക്കുന്നു? ഏലീശ പറഞ്ഞു, നിന്റെ ആത്മാവിന്റെ ഇരട്ടി എനിക്ക് വേണം, അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ കൃപ എനിക്ക് ലഭിക്കട്ടെ. പ്രിയമുള്ളവരെ, യേശു തമ്പുരാന്റെ കാര്യസ്ഥനാവുന്ന പരിശുദ്ധാത്മാവിനെ ഈ ലോകത്തിൽ നമ്മളെ വഴി നടത്തുവാൻ തമ്പുരാൻ നടത്തിയെങ്കിൽ ആ പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ നടക്കുവാൻ എനിക്ക് നിങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് ദൈവത്തിൽ അടിയുറച്ച വിശ്വാസം, ആഴമായ വിശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും. അതിന് യാതൊരു മാറ്റമില്ല. അങ്ങനെയെങ്കിൽ നീ ഇച്ഛിക്കുന്നത് എന്തും ഇന്ന് രാത്രി തരുവാൻ ഞാൻ മനസ്സാണ് എന്നാണ് യേശു പറയുന്നത്. രണ്ടാമത്തെ അടുത്ത വേദഭാഗത്തിലേക്ക് ഞാൻ കടന്നു പോവുകയാണ്. എസ്തേറിന്റെ പുസ്തകം 7-ാം അധ്യായം 2-3 വാക്യം. അറിയാം, നമുക്ക് വളരെ പരിചിതമായ വാക്യമാണ്. അഹശ്വേരോശ് രാജാവിന്റെ സന്നിധിയിലേക്ക് എസ്തേർ രാജ്ഞി കടന്നു വരികയാണ്, അല്ലേ? അതേ രാജസന്നിധിയിൽ കടന്നു ചെല്ലേണ്ടതിന് ചില സമയങ്ങളും കാലങ്ങളും ഒക്കെയുണ്ട്. അതിനെയൊക്കെ വിച്ഛേദിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉപവാസത്തിലിരുന്ന എസ്തേർ രാജ്ഞി തന്റെ വളർത്തപ്പനായ മൊർദെഖായിയുടെ യാചനകളും അപേക്ഷകളും കേട്ട് എസ്തേർ രാജ്ഞി തന്റെ ഒരു ജനത്തിന്റെ തന്റെ ജനത്തിന്റെ തന്നെ ജീവന് ഭീഷണിയായിരിക്കുന്ന കാലഘട്ടത്തിൽ എസ്തേർ രാജ്ഞി രാജകൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലുകയാണ് അഹശ്വേരോശ് രാജാവിന്റെ സന്നിധിയിലേക്ക്. അപ്പോൾ അഹശ്വേരോശ് രാജാവ് ചോദിക്കുകയാണ്, അല്ലയോ എസ്തേർ രാജ്ഞി, എന്താ ചോദിക്കുന്നേ? നിനക്ക് രാജ്ഞിയെ എന്തു വേണം? എന്താവുന്നു നിന്റെ അപേക്ഷ? രാജ്യത്തിന്റെ പകുതിയോളമായാലും നിനക്ക് ഞാൻ തരാം. രാജ്യത്തിന്റെ പകുതിയോളമാണേലും ഞാൻ നിനക്ക് തരാം. നിന്റെ അപേക്ഷ എന്തേലും ചോദിക്കുന്നു. നമുക്കറിയാം എസ്തേർ രാജ്ഞി ആവശ്യപ്പെടുന്നത് എന്താണ്?
എന്റെ ജീവനെയും എന്റെ ജനത്തിന്റെ ജീവനെയും, ഒരു ജനതയുടെ ജീവന് വേണ്ടിയുള്ള, ഒരു ജനതയുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് എസ്തർ രാജ്ഞി നടത്തി. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി നിങ്ങളും ഞാനും ചിന്തിക്കേണ്ടിയിരിക്കുന്നു, എനിക്ക് നിങ്ങൾക്കും എന്താണ് ആവശ്യം? ഞാൻ എന്താണ് തരണ്ടേ? രാജ്യത്തിന്റെ പകുതിയോളമാണോ നിനക്ക് വേണ്ടത്? ഒരു ജനത്തിന്റെ ജീവനാണോ നമുക്ക് വേണ്ടേ? സ്വന്തം ഭവനത്തിന്റെ അവസ്ഥയ്ക്കുള്ള മാറ്റമാണോ? സ്വന്തം മക്കളുടെ രോഗത്തിന്റെ അവസ്ഥയ്ക്കുള്ള മാറ്റമാണോ? സ്വന്തം മക്കളുടെ ജോലിയുടെ അവസ്ഥയ്ക്കുള്ള ആവശ്യമാണോ? എന്താണ്? അതോ നമ്മളുടെ തന്നെ ജീവന്റെ, നമ്മളുടെ തന്നെ മാറ്റത്തിന്റെ അവസ്ഥയാണോ നാം ആഗ്രഹിക്കുന്നത്? എസ്തേർ രാജ്ഞിയെ പോലെ തന്റെ ജനത്തിന്റെ വീണ്ടെടുപ്പിനായി എസ്തേർ രാജ്ഞി രാജസന്നിധിയിൽ കടന്നു ചെന്നു എങ്കിലും രാജാവ് രാജ്യത്തിന്റെ പകുതിയോളം പോലും കൊടുക്കാൻ തയ്യാറാവുന്ന ഒരവസ്ഥ. ആദ്യം നമ്മൾ കേട്ട ഭാഗം, ഏലിയ പ്രവാചകനോട് എലീശ പ്രവാചകനോട് ഏലിയ പ്രവാചകൻ ചോദിക്കുന്നു, ഞാൻ നിങ്ങളുടെ അടുത്ത് ഓടുമ്പോൾ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? നിന്റെ ആത്മാവിന്റെ ഇരട്ടി എനിക്ക് വേണം. പരിശുദ്ധാത്മാവിന്റെ നിറവിനെ ഏലീശ ആഗ്രഹിച്ചപ്പോൾ ഇവിടെ എസ്തേർ രാജ്ഞി ഒരു ജനത്തിന്റെ ജീവനെ, ഒരു ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി അഹശ്വേരോശ് രാജാവിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്നു. അങ്ങനെയാണെങ്കിൽ നാം ചിന്തിക്കണം, എന്തുകൊണ്ടാണ് ഈ മാറ്റമെങ്കിൽ? 1 കൊരിന്ത്യർ 15 അധ്യായം അതിന്റെ 58 വാക്യത്തിൽ പറയുന്നുണ്ട്, അങ്ങനെയെങ്കിൽ നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരും ആയിരിക്കും. അങ്ങനെ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു വരണമെന്ന് കർത്താവ് തമ്പുരാൻ ഇന്ന് എന്നോട് നിങ്ങളോട് ചോദിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരും വളർന്നു വരുന്നവരും ആയിരിപ്പിൻ. ഏതാണ്ട് 4-ാം നൂറ്റാണ്ടിൽ റോമ സാമ്രാജ്യത്തില് അവിടുത്തെ ഗവൺമെന്റിന്റെ സർവീസ് അല്ലെങ്കിൽ ഗവൺമെന്റിൽ സേവനം ചെയ്യുന്ന അനേകം ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലാണ് കോൺസ്റ്റന്റീനസ് ചക്രവർത്തി സ്ഥാനാരോഹണം ഏറ്റെടുത്തത്. അദ്ദേഹം ചക്രവർത്തിയായി വാഴുന്ന കാലഘട്ടം അദ്ദേഹം ഒരു കൽപ്പന പുറപ്പെടുവിച്ചു, ഒരു വിളംബരം പുറപ്പെടുവിച്ചു. ക്രിസ്ത്യാനികളായിട്ട് എന്റെ ഗവൺമെന്റിൽ സേവനം ചെയ്യുന്നവർ ക്രിസ്തുവിനെ ത്യജിച്ചിട്ട് വന്നാൽ നിങ്ങൾക്ക് ഇതിൽ സേവനം തുടരാം. ക്രിസ്ത്യാനിയായിട്ട് ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥം ഏറ്റെടുത്തിരിക്കുന്നവർ ക്രിസ്തുവിനെ ത്യജിച്ചിട്ട് വരാമെങ്കിൽ നിങ്ങൾക്ക് ഈ സേവനത്തിൽ തുടരാം, അല്ലാത്തവരെല്ലാം പിരിഞ്ഞു പോകുക. എന്നാൽ നമുക്കറിയാം 4-ാം നൂറ്റാണ്ടിന്റെ കാലഘട്ടമാണ്. അനേകർ ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിച്ചവർ, അനേകർ യേശു ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷികളായവർ, ഈ റോമ സാമ്രാജ്യത്തിന്റെ ഗവൺമെന്റിൽ ജോലി ചെയ്തിരുന്ന അനേക ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ കർത്താവിന് വേണ്ടി തങ്ങളുടെ ജീവിതത്തെ ത്യജിക്കാൻ തയ്യാറായിട്ട് അവർ രാജിവെച്ച് പുറത്തുപോയി. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭമാവെന്ന് പറഞ്ഞു. അതെ, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 21-ാം വാക്യം, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭവും. അത് തന്നെ ഈ ഗവൺമെന്റ് സേവനത്തിൽ ജോലി ചെയ്ത ഒട്ടുമുക്കം ക്രിസ്ത്യാനികളായിട്ടുള്ളവരും പറഞ്ഞു, ഞങ്ങൾ എന്റെ പ്രാണനാഥന് വേണ്ടി ഞങ്ങളുടെ ഈ ജോലിയെ ത്യജിക്കാൻ ഞങ്ങൾക്ക് തയ്യാറാണെന്ന് പറഞ്ഞു. നല്ലൊരു പക്ഷം രാജിവെച്ച് ഇറങ്ങിപ്പോയി. എന്നാൽ വളരെ കുറച്ച് ക്രിസ്ത്യാനികളായിട്ടുള്ള ആൾക്കാര് അവർ ചിന്തിച്ചു, ക്രിസ്തുവിനെ ഇനി കൊണ്ടു നടക്കൊന്നും വേണ്ട, നമ്മൾക്ക് അന്നന്നുള്ള ആഹാരം സമ്പാദിക്കണം, നമ്മൾ ഈ ചക്രവർത്തിയോട് കൂടെ നിന്നെങ്കിലേ നമുക്ക് എന്തെങ്കിലും രക്ഷയുള്ളൂ. അതുകൊണ്ട് അവർ ക്രിസ്തുവിനെ ത്യജിച്ച് ആ ഗവൺമെന്റ് സേവനം തന്നെ നടത്താൻ തീരുമാനിച്ചു. ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ടിരുന്ന ചക്രവർത്തി ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നു. ചക്രവർത്തി കടന്നു വന്നിട്ട് പറഞ്ഞു, ക്രിസ്തുവിന് വേണ്ടി ജീവിതം ത്യജിക്കാൻ തയ്യാറായിട്ടുള്ളവർ ഇവിടെ സേവനത്തിൽ തുടരാം, ക്രിസ്തുവിന് വേണ്ടി ത്യജിക്കാൻ തയ്യാർ അല്ലാത്തവർ ഈ സേവനത്തിൽ നിന്ന് പുറത്തു പോകാൻ. എല്ലാവരും ഞെട്ടിപ്പോയി. ചക്രവർത്തി പറഞ്ഞ വാക്കിതാണ്, ഞാൻ നിങ്ങളെ ഒബ്സർവ് ചെയ്തു, ഞാൻ നിങ്ങളെ നിരീക്ഷിക്കുകയായിരുന്നു. അതിന്റെ കാരണം ഇതാണ്, ഞാൻ വെറും ഒരു ചക്രവർത്തിയാണ്. ലോകരക്ഷകനായ യേശു ക്രിസ്തുവിന് വേണ്ടി തന്റെ ജീവിതത്തെ ത്യജിക്കാൻ തയ്യാറായവൻ ഏതും ത്യജിക്കാൻ തയ്യാറാവും. എന്നാൽ ലോകരക്ഷകനായ ക്രിസ്തുവിനെ ത്യജിച്ചിട്ട് ഇവിടെ തുടരാൻ തയ്യാറായവൻ, ഒരു ചക്രവർത്തിയായി എന്നെയും നാളെ ത്യജിച്ചിട്ട് പോകത്തില്ലെന്ന് ആര് കണ്ടു? അതേ പ്രിയമുള്ളവരെ, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 29-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിക്കാൻ കൂടിയാണ് നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നത്. ക്രിസ്തുവിൽ വിശ്വസിക്കുക മാത്രമല്ല നാം ചെയ്യേണ്ടേ, അവന് വേണ്ടി നമ്മുടെ ജീവിതത്തെ ഒഴിഞ്ഞു വെക്കുവാൻ, അവന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടങ്ങളെ ഏറ്റെടുക്കുവാൻ
നാം തയ്യാറാകണം. അതാണ് യേശു തമ്പുരാൻ എന്നെ കൊണ്ടും നിങ്ങളെ കൊണ്ടും ആഗ്രഹിക്കുന്നത്. അതാണ് നമ്മുടെ പിതാവായ, നമ്മുടെ അബ്രഹാം പിതാവ്, വിശ്വാസികളുടെ പിതാവായ അബ്രഹാം ചെയ്തത്. തന്റെ മകനെയോ തനിക്കുള്ളതൊക്കെയോ തൻ്റെതെല്ലാമോ ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നു. തന്റെ അരുമനാഥന്, തന്റെ അരുമ സന്താനത്തിനെ പോലും ബലി കഴിക്കുവാൻ തയ്യാറായിരുന്നു. തന്റെ പിതാവിന് വേണ്ടി, തന്റെ ദൈവത്തിന് വേണ്ടി ജീവനെ തന്നെ കൊടുക്കുവാൻ തയ്യാറായിരുന്നു. കർത്താവ് തമ്പുരാൻ ശീമോനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ബറിയോന ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു. അതെ, ശീമോനോട് ചോദിക്കുന്ന ചോദ്യമാണ്, നീ നിനക്കുള്ളവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നോ? നീ നിനക്കുള്ളതിനേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നീ നിന്നേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഇന്ന് രാത്രി എന്നോട്, നിങ്ങളോട് യേശു തമ്പുരാൻ ചോദിക്കുന്ന ചോദ്യമാണ്. നീ നിനക്കുള്ളവരെക്കാൾ, നിനക്കുള്ളതിനേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നമ്മൾ യേശുവിൽ വിശ്വസിക്കുക മാത്രമല്ല ചെയ്യേണ്ടേ, അവന് വേണ്ടി കഷ്ടം സഹിക്കാൻ കൊണ്ടുള്ള അനുഭവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന ആഴമായ വിശ്വാസത്തിൽ, അടിയുറച്ച വിശ്വാസത്തിൽ കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുമെങ്കിൽ അത് ഏറ്റവും വലിയൊരു ധന്യമായ കാര്യമെന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചിട്ടുള്ളട്ടെ. 1958 ജൂൺ മാസം 30 ഞാണിന്മേൽ കളിക്കാരനായ വളരെ പ്രശസ്തനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ചാൾസ് ബ്ലോൺ ഡീൻ. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, ലോക അത്ഭുതം, 7 മഹാത്ഭുതങ്ങളിൽ ഒന്നാണ് നയാഗ്ര വെള്ളച്ചാട്ടം. കേട്ടിട്ടുണ്ടോ? നയാഗ്ര വെള്ളച്ചാട്ടം വളരെ പ്രശസ്തമായ ഒരു വെള്ളച്ചാട്ടമാണ്. എനിക്കും ആ വെള്ളച്ചാട്ടം, നയാഗ്ര വെള്ളച്ചാട്ടം കാണുവാനും, നയാഗ്ര നദിയിൽ ഇറങ്ങി ബോട്ട് യാത്ര ചെയ്യുവാനും, ആ നയാഗ്ര വെള്ളച്ചാട്ടത്തിനെ വളരെ അടുത്ത് നിന്ന് ദർശിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഒരു 2-3 പ്രാവശ്യം ലഭിച്ചിട്ടുണ്ട്. എൻ്റെ മകൾ കാനഡയുടെ പ്രദേശത്താണ്, അതുകൊണ്ടാണ് അവിടെ പോയി ഈ നയാഗ്ര വെള്ളച്ചാട്ടം നേരിട്ട് കാണുവാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. വളരെ മനോഹരമാണ്. എന്നാൽ നമുക്ക് ഇതെന്തൊരു അത്ഭുതകരമായ കാഴ്ചയാണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത, നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു വെള്ളച്ചാട്ടമാണ്. പല വെള്ളച്ചാട്ടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ വെള്ളച്ചാട്ടത്തിന്റെ കുറുകെ കാനഡയും അമേരിക്കയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന, ഇതിന് രണ്ടിനും ഇടയ്ക്കാണ് ഈ വെള്ളച്ചാട്ടം. കാനഡയുടെ പ്രദേശത്ത് നിന്നാൽ വെള്ളച്ചാട്ടം ഒന്നുകൂടെ മനോഹരമായിട്ട് കാണാം. അമേരിക്കയുടെ വശത്ത് നിന്നാലും ഈ വെള്ളച്ചാട്ടം കാണാം. ഈ വെള്ളച്ചാട്ടത്തിന് കുറുകെ ഞാൻ ഈ പറഞ്ഞ ചാൾസ് ബ്ലോൺ ഡീൻ എന്ന് പറഞ്ഞ വ്യക്തി വളരെ പ്രശസ്തനായ ഒരു ഞാണിന്മേൽ കളിക്കാരനാണ്. 1100 അടി നീളമുള്ള ഒരു കമ്പിപ്പാലം അദ്ദേഹം വലിച്ചു കെട്ടി. എന്നിട്ട് അദ്ദേഹം ഈ നയാഗ്ര വെള്ളച്ചാട്ടത്തിന് മേലെ ഈ കമ്പിപ്പാലത്തിൽ കൂടെ നടന്നു. ആളുകളെല്ലാം ഇത് കാണാൻ വന്നു. അവർ ഭയങ്കരമായിട്ട് ആർത്ത് സന്തോഷിച്ചു. ഈ ഭീകരമായ, അതിഭയങ്കരമായ കുത്തൊഴുക്കുള്ള ഈ വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ കൂടെ ഈ മനുഷ്യൻ കമ്പിപ്പാലത്തിൽ കൂടെ പോകുന്നുണ്ട്. അങ്ങ് അദ്ദേഹം യാതൊരു പതർച്ചയും ഇല്ലാതെ, ഒരിടർച്ചയും ഇല്ലാതെ തന്നെ ജീവിതത്തിൽ യേശു തമ്പുരാനെ സമർപ്പിച്ചുകൊണ്ട്, അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട്, ആശ്രയിച്ചുകൊണ്ട്, അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഈ കമ്പിപ്പാലത്തിൽ കൂടെ അവിടെ അക്കരെ എത്തിച്ചേർന്നു. അദ്ദേഹം എല്ലാവർക്കും വളരെ സന്തോഷം. ബ്ലോണ്ടീൻ, താങ്കൾക്കിത് കഴിഞ്ഞല്ലോ, മിടുക്കൻ എന്നുള്ള ഒത്തിരി അഭിനന്ദനങ്ങൾ കടന്നു. അദ്ദേഹം ഉടനെ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ നിന്ന് ഒരാളിനെ കൂടെ എൻ്റെ കൂടെ അപ്പുറം കൊണ്ടുപോകാൻ കഴിയുമോ? കഴിയും, താങ്കൾക്ക് കഴിയും, താങ്കൾക്ക് ഒരാളിനെ കൂടെ അപ്പുറത്ത് കൊണ്ടുപോകാൻ കഴിയും. അവരെല്ലാവരും ആർത്ത് ഇത് പറയുകയാണ്, ഉറക്കെ പറയാണ്, താങ്കളെ കൊണ്ട് കഴിയും ഒരാളെ കൂടെ അപ്പുറത്ത് കൊണ്ടുപോകാൻ. ശരി, അദ്ദേഹം പറഞ്ഞു, ശരി, എന്നാൽ നിങ്ങൾ ആരെങ്കിലും ഒരാള് എൻ്റെ കൂടെ വരുക, നമുക്ക് അക്കരെ പോകാമെന്ന് പറഞ്ഞു. പക്ഷേ നിരാശയായി തീർന്നു. ഒരു മനുഷ്യര് പോലും അക്കരെ പോകാൻ ഇദ്ദേഹത്തിന്റെ കൂടെ കമ്പിപ്പാലത്തിൽ കൂടെ കടന്നു പോകാൻ സമ്മതിച്ചില്ല. അദ്ദേഹം അവിടെ നിന്നൊരു ചെറുപ്പക്കാരനെ കണ്ടിട്ട് പറഞ്ഞു, അല്ലയോ സുഹൃത്തെ, താങ്കൾ എൻ്റെ കൂടെ വരുന്നു, ഞാൻ നിങ്ങളെ അക്കരെ കൊണ്ടുപോവാം. ഉടനെ ആ സുഹൃത്ത് പറഞ്ഞ എന്തോന്നറിയാം, ഞാൻ വരാം, പക്ഷെ എന്തിനാ ഞാൻ വെറുതെ ഈ അപകട സാധ്യത വിളിച്ചു വരുത്തുന്നത്? ഞാൻ എന്തിനാണ് ഈ അഗാധമായ വെള്ളച്ചാട്ടത്തിൽ വീണ് എൻ്റെ ജീവിതത്തെ കളയുന്നത്? അതുകൊണ്ട് ഞാനും വരുന്നില്ല എന്ന് പറഞ്ഞു. ചാൾസ് ബ്ലോണ്ടീൻ നിരാശനായില്ല. അദ്ദേഹം തന്റെ യജമാനായ കോൾക്കോഡിനെ വിളിച്ചു. അല്ലയോ കോൾക്കോടെ, നീ വരുന്നുണ്ടോ എന്റെ കൂടെ യാത്ര ചെയ്യാൻ? ഞാൻ വരുന്നു. അവൻ ചാടി ഈ കമ്പിവേലിയിൽ കയറി. ചാൾസ് ബ്ലോണ്ടീനോടൊപ്പം കോൾക്കോടും ഈ കമ്പിപ്പാലത്തിൽ കൂടെ കാനഡയുടെ തീരത്തുനിന്ന് അമേരിക്കയുടെ പ്രദേശത്തെ തീരത്തേക്ക് യാത്ര ചെയ്തു. അങ്ങ് അടുക്കാറായപ്പോൾ കമ്പി ആടി ഉലയാൻ തുടങ്ങി. കമ്പി ആടി ഉലയാണ്. കോൾക്കോഡിനെ
വിഷമമുണ്ടായി, പ്രയാസം തോന്നി, എന്താണ് സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ ബ്ലോണ്ടീൻ പറഞ്ഞു, അല്ലയോ കോൾക്കോടെ, നീ ഭാരപ്പെടേണ്ട, നീ എന്റെ കൂടെ ചേർന്ന് നിൽക്ക്, നീ എന്റെ കൂടെ ചേർന്ന് നിന്നാ മതി, നീ എന്റെ എല്ലാ സമ്മർദ്ദങ്ങളും കളഞ്ഞിട്ട് നീ എന്റെ കൂടെ ചേർന്ന് നിൽക്കുക. കോഴിക്കോട് ഇവന്റെ കൂടെ ചേർന്ന് നിന്നു. വളരെ സുരക്ഷിതമായി കോഴിക്കോടുമായി ഇദ്ദേഹം കമ്പിപ്പാലം യാത്ര ചെയ്ത് അക്കരെ എത്തിച്ചേർന്നു. പ്രിയമുള്ളവരെ, എന്റെ നിങ്ങളുടെ വിശ്വാസം അവിടെ നിന്ന് ജനങ്ങളെ പോലെയും ആ ചെറുപ്പക്കാരനെ പോലെയാണ്. എന്താണ് നമ്മുടെ വിശ്വാസം? നമുക്ക് വിശ്വാസം ഉണ്ട്, പക്ഷെ നമുക്ക് പൂർണ്ണമായ വിശ്വാസമോ അടിയുറച്ച വിശ്വാസമോ ആഴമായ വിശ്വാസമോ ദൈവത്തിൽ തന്നെ ആശ്രയിച്ചാൽ മതി എന്നുള്ളൊരു ചിന്ത എന്നെ നിങ്ങളെ ഭരിക്കുന്നില്ല. ഇവിടെ ചാൾസ് ബ്ലോണ്ടീൻ തന്റെ മാനേജരുമായി ദൈവത്തിൽ ആശ്രയിച്ച് പൂർണ്ണമായി വിശ്വസിച്ച് ആഴമായി വിശ്വസിച്ച് അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് അക്കരെ എത്തിച്ചേർന്നുവെങ്കിൽ എൻ്റെ നിങ്ങളുടെ വിശ്വാസത്തിന്റെ വ്യാപ്തി എവിടെ എത്തി നിൽക്കുന്നു? ഇന്ന് രാത്രി നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എനിക്കും നിങ്ങൾക്കും വിശ്വാസമുണ്ട്. പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, സങ്കടങ്ങൾ കടന്നു വരുമ്പോൾ, ഭാരങ്ങൾ കടന്നു വരുമ്പോൾ, നമുക്ക് ഉള്ളതിനെ ഒന്ന് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് സഹിക്കാൻ കഴിയത്തില്ല. നാം ദൈവത്തോട് പിറുപിറുക്കും, നാം ദൈവത്തോട് പഴി പറയും, നാം ദൈവത്തോട് പരാതി പറയും. ഒരു ഭാഗം കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വചന ധ്യാനത്തിൽ നിന്നും വിരമിച്ചുകൊള്ളാം. ഭാഗം ഇതാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 23-ാം വാക്യം. ഹെരോദാവ് ഹെരോദ്യയുടെ മകൾ ശലോമിയോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? എന്ത് വേണേലും ചോദിച്ചോ, രാജ്യത്തിന്റെ പകുതിയാനേലും ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞു. അതിന്റെ പശ്ചാത്തലമൊക്കെ നിങ്ങൾക്കറിയാം അല്ലേ? ഹെരോദ രാജാവ് ഫിലിപ്പോസിന്റെ ഭാര്യയായ ഹെരോദ്യയുമായിട്ട് ഭാര്യ എന്ന രീതിയിൽ കൊണ്ടു നടക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്ത സ്നാപക യോഹന്നാനെ നമുക്കറിയാം. ശലോമയുടെ നൃത്തമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ രാജാവ് വളരെയധികം സന്തോഷിച്ചു. രാജാവ് ആ സന്തോഷത്തിൽ ആടി തിമിർത്തിരിക്കുമ്പോൾ രാജാവ് ശലോമയോട് ചോദിക്കുകയാണ്, നിനക്ക് എന്താണ് വേണ്ടേ? എന്ത് വേണമെങ്കിലും ചോദിച്ചോ, രാജ്യത്തിന്റെ പകുതിയോളമാണേലും ഞാൻ നിനക്ക് തരാം. അവൾ എന്താണ് ചോദിച്ചേ? സ്നാപക യോഹന്നാന്റെ തല. പ്രിയമുള്ളവരെ, ഒരു നീതിമാന്റെ രക്തം, ഒരു നീതിമാന്റെ മരണം ആഗ്രഹിച്ചു. ഇന്ന് രാത്രി ഞാനും നിങ്ങളും ഇതാണോ ദൈവത്തോട് ചോദിക്കാനിരിക്കുന്നത്? ഒരു നീതിമാന്റെ രക്തമാണോ നമുക്ക് വേണ്ടേ? നമുക്ക് പലരോടും പക കാണും, പിണക്കം കാണും അല്ലേ? എങ്കിൽ ദൈവസന്നിധിയിൽ ഈ പകയ്ക്കും പിണക്കത്തിനും അല്ല സ്ഥാനം. സ്നേഹത്തിനും ആഴമായ സ്നേഹത്തിന്, അഗാധമായ സ്നേഹത്തിന്, അടിയുറച്ച വിശ്വാസത്തിന് നിലവിളിയോടുകൂടി ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുമ്പോൾ നീതിമാനായ മനുഷ്യന്റെ രക്തമല്ല നമുക്ക് വേണ്ടേ. സ്നാപക യോഹന്നാന്റെ തല ചോദിച്ച ശലോമിയാണോ ഇന്ന് രാത്രി നാം എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതോ ഒരു ജനത്തിന്റെ വിടുതലിന് വേണ്ടി, വീണ്ടെടുപ്പിന് വേണ്ടി യാചിച്ച എസ്തേർ രാജ്ഞിയാണോ നാം എന്ന് ചിന്തിക്കണം. അതുമല്ല, എലീശ പ്രവാചകനെ പോലെ കർത്താവ് തമ്പുരാനെ, എന്റെ തമ്പുരാനെ, അങ്ങയുടെ ആത്മാവിന്റെ ഇരട്ടി എനിക്ക് ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എസ്തേർ രാജ്ഞിയെ പോലെയും എലീശായെ പോലെയും നമ്മുടെ ആത്മാവിന്റെ ഉണർവ് പ്രാപിപ്പാൻ, ആത്മീയ നൽവരം പ്രാപിക്കാൻ, പരിശുദ്ധാത്മാവിന്റെ ബലത്തിൽ നമുക്ക് മുന്നേറുവാൻ ഇടയാകണം. കഴിഞ്ഞ നാളുകളിൽ നമ്മെ നടത്തിയ ദൈവം നമ്മൾ വീണാലും നിലംപരിചാവാൻ സമ്മതിക്കത്തില്ല. നമ്മൾ ഇടറിയാലും നമ്മളെ കാത്തുകൊള്ളുന്ന ദൈവം, നമ്മൾ രണ്ട് കാലേ നടന്നു പോയാൽ നമ്മളെ കൈകളിലെടുത്ത് നടക്കുന്നവനായ ഒരു തമ്പുരാൻ ഇന്നും നമുക്കായി ജീവിക്കുമ്പോൾ അവന്റെ രാജ്യത്തിന്റെ അവകാശികളായി തീരുക എന്നുള്ളതാണ് നമ്മുടെ ഈ ലോകത്തിലെ ലക്ഷ്യം. വേറൊന്നും നമുക്ക് നേടുവാനില്ല. നമ്മൾ ഈ ലോകത്തിൽ എന്ത് നേടിയാലും നാം ഈ ലോകത്ത് എത്ര കാലം പാർത്തു എന്നുള്ളതിനല്ല, നാം ജീവിച്ചത് എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്. ഒരു കഥയോട് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഇപ്പോൾ നിർത്തിക്കൊള്ളാം. ബംഗാളിൽ നരേന്ദ്രദത്ത് എന്ന പേരുള്ളൊരു പൈതലുണ്ടായിരുന്നു. അവൻ എന്നും കുതിരസവാരി ചെയ്താണ്, കുതിരക്കാരന്റെ കൂടാണ് അവൻ സ്കൂളിൽ പോകുന്നത്. കാഴ്ചകൾ കണ്ട് കുതിരസവാരി ചെയ്ത് അവൻ സ്കൂളിലേക്ക് കടന്നു പോകുന്ന പൈതല് ഭയങ്കര സന്തോഷം.
അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം അവൻ സ്കൂളിൽ ചെന്നപ്പോൾ അധ്യാപിക കുട്ടികളോടെല്ലാം ചോദിക്കും, നിനക്ക് എന്താവണം? എനിക്ക് ഡോക്ടർ ആവണം, എനിക്ക് എഞ്ചിനീയർ ആവണം, എനിക്ക് സിസ്റ്റർ ആവണം, എനിക്ക് നേഴ്സ് ആവണം. അങ്ങനെ പല പല ആഗ്രഹങ്ങൾ അവിടെയുള്ള കുട്ടികളൊക്കെ പറഞ്ഞു. നരേന്ദ്രദത്തിന്റെ അടുത്തും ടീച്ചർ ചോദിച്ചു, അല്ലയോ നരേന്ദ്ര, നിനക്ക് എന്താണ് ആഗ്രഹം? അവൻ പറഞ്ഞു, എനിക്കൊരു കുതിരക്കാരനാവണം. ക്ലാസ്സിൽ അട്ടഹാംസം, ഭയങ്കര ചിരി. ടീച്ചർ പോലും ചിരിച്ചു, അവനെ കളിയാക്കി, കൂട്ടുകാരെല്ലാം അവനെ കളിയാക്കി. ഭയങ്കര സങ്കരം നരേന്ദ്രദത്തിന്. അവൻ വളരെ തിങ്ങി വിങ്ങിയ ഭാരത്തോടുകൂടി, ഹൃദയവേദനയോടുകൂടി തന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. തന്റെ അമ്മയുടെ അടുത്ത് കടന്നു വന്നു. അമ്മ, നരേന്ദ്രദത്ത് വളരെ സങ്കടത്തോടുകൂടിയാ വന്നേ. അമ്മ ഭാരപ്പെട്ടു, എന്താണ് എന്റെ കുഞ്ഞ് ഇത്ര വിഷമിക്കുന്നത്? എന്താ നരേന്ദ്ര, നിനക്ക് എന്തു പറ്റി? അമ്മേ, ഇന്ന് ക്ലാസ്സിൽ ഒരു സംഭവം ഉണ്ടായി. അവൻ കാര്യങ്ങളൊക്കെ അമ്മയോട് പറഞ്ഞു. അപ്പൊ അമ്മയോട് അവൻ പറഞ്ഞു, അമ്മേ, എന്റെ ടീച്ചർ എന്നോടും ചോദിച്ചു നീ ആരാണ്? എന്റെ കുഞ്ഞ് എന്തു പറഞ്ഞു? ഞാൻ പറഞ്ഞു, എന്റെ അമ്മേ, എനിക്കൊരു കുതിരക്കാരനായാൽ മതിയെന്ന്. കേട്ട അമ്മയ്ക്ക് ഉള്ളിൽ ചിരി തോന്നിയെങ്കിലും അമ്മ പുറത്ത് കാണിച്ചില്ല. അമ്മ അവനെ വാരിപ്പുണർന്നിട്ട് പറഞ്ഞു, മകനെ, നീ ആരായാൽ മതി, ഒരു കുതിരക്കാരനായാൽ മതി. നീ വിഷമിക്കേണ്ട, എന്റെ മോൻ ഭാവിയിൽ ഒരു കുതിരക്കാരനായാൽ മതി. ആ അമ്മ തന്റെ മകനെ ആ പൂജാമുറിയിലേക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. നമുക്കറിയാം, പാർത്ഥന്റെ സാരഥിയായി പോകുന്ന ശ്രീകൃഷ്ണൻ 16 കുതിരയെ തേര് തെളിച്ച് അർജുനെ തേര് തെളിക്കുന്ന ശ്രീകൃഷ്ണന്റെ പടം കാണിച്ചിട്ട് അവനോട് പറഞ്ഞു, മകനെ, അതെ, നീ ഇങ്ങനെ ഒരു കുതിരക്കാരനായാൽ മതി. നീ ഇങ്ങനെ ഒരു കുതിരക്കാരനാകണം. പാർത്ഥനെ തേര് തെളിച്ച പാർത്ഥസാരഥിയായ ശ്രീകൃഷ്ണനെ പോലെ ഭാരതത്തിന്റെ നവോത്ഥാനത്തിന്റെ തേര് തെളിച്ച വിവേകാനന്ദൻ, അവനെ ഭാരതത്തിന്റെ തേര് തെളിച്ച, നവോത്ഥാനത്തിന്റെ തേര് തെളിച്ച വ്യക്തിയാക്കി തീർത്തതിന് അവന്റെ പുറകിൽ പ്രവർത്തിച്ച ഒരു അമ്മ ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയപ്പെട്ട അമ്മമാരെ, നാം നമ്മുടെ മക്കൾക്ക് വിളക്കായി മുന്നോട്ട് പോകാൻ ഇടവരണം. അവർക്ക് ഒരു അത്ഭുത നക്ഷത്രമായി അവരുടെ മുമ്പിൽ ഉണ്ടായിരിക്കണം. അത്ഭുത നക്ഷത്രം ബേഥലഹേമിലെ കാലിത്തൊഴുത്തിൽ യേശു തമ്പുരാനെ കാണിച്ചു കൊടുക്കാൻ കൊണ്ടുവന്ന് നിർത്തിയെങ്കിൽ നാം നമ്മുടെ മക്കൾക്ക് ലക്ഷ്യബോധമുള്ളവരാക്കി വളർത്തണം. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, നമ്മുടെ മക്കളെ നമ്മൾ എത്ര വലിയ ഉദ്യോഗസ്ഥരാക്കി തീർത്താലും അവർ ഇടറിപ്പോവാൻ, മാനസികമായി തകർന്നു പോകുവാൻ ഇടവരാതെ ആത്മീക ചൈതന്യമുള്ളവരായി അവർക്ക് വേണ്ടി രാക്കാലങ്ങളിലും യാമാരന്തിലും രാത്രി പകലെന്നില്ലാതെ കടന്നു പോകുന്ന വഴിയിലും വരുന്ന വഴിയിലും ഒക്കെ ദൈവത്തോട് തലമുറയ്ക്ക് വേണ്ടി കനാന്യ സ്ത്രീയെ പോലെ പിൻപറ്റുന്ന ഒരു അനുഭവം എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയാകട്ടെ. ഈ അവസരത്തിനായി ഒത്തിരി നന്ദിയുണ്ട്. കടന്നു വന്ന എന്നെ ശ്രവിച്ച എല്ലാവരോടുള്ള നന്ദിയുണ്ട്. ഒരു നിമിഷം പ്രാർത്ഥിച്ചിട്ട് ഞാൻ നിങ്ങളോട് വേർപിരിഞ്ഞോളാം. സർവശക്തന് നിത്യനുമായ സ്വർഗീയ പിതാവാം ദൈവമേ, സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട രാത്രികാല സമയത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. തമ്പുരാനെ, എന്റെ കൃപ നിനക്ക് മതി, അത് ബലഹീനത തികഞ്ഞു വരുമെന്ന് അരുളി ചെയ്ത കർത്താവിന്റെ കൃപ ഇന്നത്തെ രാത്രി ഞങ്ങളോട് ഓരോരുത്തരോടും കൂടെ ഇരുന്ന കൃപയ്ക്ക് സ്തോത്രം. ബലഹീനയാവുന്ന ഏഴയ്ക്ക് കടന്നു വരുവാനും നിന്റെ മക്കളോട് തായിരിപ്പാനും ഒക്കെ തന്ന അവസരത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അപ്പാ, അടിയങ്ങൾ കടന്നു വന്ന യാത്ര, നിന്റെ മക്കളൊക്കെ കടന്നു വന്ന യാത്ര കർത്താവെ, അടിയങ്ങൾ ഭാരത്തോടും സങ്കടത്തോടും കൂടി കടന്നു വന്നുവെങ്കിൽ കർത്താവെ, സമാധാനത്തോടും ആശ്വാസത്തോടും മനോബലത്തോടും കൃപയോടും നിന്റെ ആത്മീയ കൃപകൾ പ്രാപിച്ച് അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ മുന്നേറുവാൻ ഞങ്ങൾക്കിടയാക്കണമേ. കടന്നു വരുന്ന പെരുന്നാള് അനുഗ്രഹിക്കപ്പെട്ടവരായി പരിശുദ്ധാബോ പിതാവിന്റെ മധ്യസ്ഥ അനേകർക്ക് വഴിവിളക്കായി തീരുവാൻ, അനേകർക്ക് ആത്മീയ ഉണർവിൻ്റെതായി തീരുവാൻ ഇടയാക്കുമാറാകണമെന്ന് ആയത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. അപ്പാ, കൃപയോട് കേട്ട് ഉത്തരമരുളണമേ. ആമേൻ.